പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് അപ്പസ്തോലിക ഉപദേശമാണ്. അതിന്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ, ക്രിസ്തീയ സഭകൾ പോകേണ്ടത് അപ്പസ്തോലിക ഉപദേശത്തിലാണ്. അപ്പസ്തോലിക ഉപദേശം ആകുന്നതിന് മുമ്പ് അത് ക്രിസ്തുവിന്റെ ഉപദേശമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുവനും ദൈവം ഇല്ല. ഹല്ലേലൂയ. അപ്പസ്തോലിക ഉപദേശമാകുന്നതിന് മുമ്പ് അത് ക്രിസ്തുവിന്റെ ഉപദേശമായിരുന്നു. 2 യോഹന്നാനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിൽക്കാത്ത ഒരുത്തനും ദൈവം ഇല്ല. അപ്പോൾ ഈ അപ്പസ്തോലിക ഉപദേശം, ഈ ക്രിസ്തുവിന്റെ ഉപദേശം എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. Dear brothers, today in relation to the Lord's Supper, we will be speaking on the topic of what is the apostolic teaching with regards to the Lord's Supper. And the reason for this topic being that the teachings that the true church should follow are the apostolic teachings. And that is because before they were the apostolic teachings were actually the teachings of our Lord Jesus Christ. And the Bible says in 2 John that anyone who does not remain in the teachings of our Lord Jesus Christ, they don't have true eternal life. നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ ദൈവത്തിന്റെ കുടുംബമാകാൻ വിളിച്ചതാ, മക്കളാക്കാൻ വിളിച്ചതാ. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യർ 3:23 ഇങ്ങനെ പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. എന്തിനാ ഈ 2 സ്റ്റെപ്പ് ഇട്ടെന്നറിയോ? ഹല്ലേലൂയ. ഈ 2 സ്റ്റെപ്പ് ഇട്ടത് നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. ഈ സെറ്റപ്പ് കറക്റ്റ് ആയിരിക്കണം, ഈ ഓർഡർ കറക്റ്റ് ചെയ്യണം. ഈ ക്രമം ആരും തെറ്റിക്കരുത്. ഈ ക്രമം തെറ്റിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ, പിശാച്. ഈ ക്രമം തെറ്റിച്ചാൽ അവൻ ദൈവമക്കളെ നേടി. ക്രമം തെറ്റരുത്. ക്രിസ്തുവിലൂടെ അല്ലാതെ സ്വർഗീയ പിതാവുമായ ഒരു കണക്ഷൻ ഇല്ല. പുത്രനില്ലയോ നിനക്ക് പിതാവും ഇല്ല, പുത്രനുണ്ടോ നിനക്ക് പിതാവും ഉണ്ട്. പക്ഷെ പുത്രനുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്ന പലരും ഉണ്ട്, അവർക്ക് പിതാവില്ലാതെയായി തീർന്നു. ആ ഗ്രൂപ്പാണ് മത്തായി 7:21, 22, 23. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുത്രനുണ്ട്. പുത്രൻ പറഞ്ഞു പിതാവില്ല, ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പുത്രനുണ്ട് എന്നൊരു വീമ്പടിച്ചിട്ട് കാര്യമില്ല. ആ പുത്രൻ നിനക്കും കൂടി ഉണ്ടാകണം. പുത്രൻ നിന്നെ ഏറ്റു പറയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പുത്രനിലൂടെ പിതാവിനെ അറിയുക. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. അതുകൊണ്ടാണ് 3:21 പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവോ ദൈവത്തിനുള്ളവൻ. ദൈവത്തിന്റെ ശരീരം ക്രിസ്തു, ക്രിസ്തുവിന്റെ ശരീരം നമ്മൾ, സഭ, എല്ലാം കൂടി ഒന്ന്. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇതാണ് സ്വർഗീയ കുടുംബം. Dear brothers, in this regard, 1 Corinthians chapter 3 verse 23 says, and you are Christ and Christ is God's. So remember, why is this 2-step required, where we are Christ and Christ is God? Because remember that this 2-step is important. This is exactly what is said by Paul in other place where says Christ is the head of man and God is the head of Christ, and we should always remember this order, and through this order we should approach God, because the ones who are trying to break this order, that is Satan, because by breaking this order he can cut off our connection with God. So remember that everyone who has Christ has the Father, and everyone who has Father has the Christ. So there are many people who say there are many people in this world who say that they have Christ but they don't really have Christ, and they will be left away, as we see in Matthew chapter 7 verse 21 to 23. And the reason for that being because even though they think they have Christ does not acknowledge them, and as in Christ does not have them, and we should be careful that we have Christ and Christ as well. നമ്മൾ എന്ത് കാണുന്നുവോ, ഇത്ര നേരം കാണുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, എന്ത് കാണുന്നുവോ അതാണ് അവകാശമാക്കുക. അല്ല, യേശുക്രിസ്തു നമുക്ക് വന്ന് കാണിച്ചു തന്നത് ഈ സന്ദേശമാണ്. ആ സന്ദേശത്തിന് ബൈബിളിൽ ഇട്ടിരിക്കുന്ന പേരാണ് നിധി. ഹല്ലേലൂയ. പക്ഷേ അപ്പോൾ നമ്മൾ കാണുന്നതേ അവകാശമാക്കൂ. അപ്പോൾ പിശാചിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും? നമ്മൾ കാണുന്നതാണ് അവകാശമാക്കുന്നത്. അപ്പോൾ പിശാചിന്റെ ഡ്യൂട്ടി എന്തായിരിക്കും? നമ്മളെ അത് കാണിക്കാതിരിക്കുക. അതല്ലേ ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ് ഈ സംഭവം. മത്തായി 13:44 പറയുകയാണ്, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷം നിധിയാണ്, പക്ഷേ അത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ പുറകെ നിൽക്കുന്നത് പിശാചാണ്.
ഹല്ലേലൂയ. അതാണ് 2 കൊരിന്ത്യർ 4:4 പറയുന്നത്. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, യേശു 3.5 വർഷം പ്രസംഗിച്ചത് ശോഭിക്കാതിരിപ്പാൻ, അറിയാതിരിപ്പാൻ, മനുഷ്യർ കാണാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ ഉരുടാക്കി മറച്ചു കളഞ്ഞു. അതുകൊണ്ട് ജനം അത് തിരിച്ചറിയുന്നില്ല, അതിലേക്ക് നോക്കുന്നില്ല. അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. കാരണം പിശാച് മറച്ചു വെച്ചിരിക്കുക. ഈ 2 വചനം വായിച്ച് 13:44 2 കൊരിന്ത്യർ 4:4. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം. അത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുക, നിധിയോട് സദൃശ്യം. എന്താ ഈ സ്വർഗരാജ്യം? ദൈവ കുടുംബത്തിലെ നമ്മുടെ പൗരത്വമാണ്, തുടർന്ന് ആ കുടുംബത്തിലുള്ള ഭരണമാണ്. ഹല്ലേലൂയ. അത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുക. പിശാച് നമ്മളത് കാണാതെ മറച്ചു വെച്ചിരിക്കുക. അത് നിധിയാ, അത് നിധിയോട് സദൃശ്യം. ഇതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. എന്നാൽ 4:4 എന്നാ പറയുന്നത്? 2 കൊരിന്ത്യർ 4:4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം, ആ ക്രിസ്തു പറഞ്ഞ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, ശോഭിക്കരുത്, ആളുകൾ അറിയാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുക. കാരണം ഇത് അറിഞ്ഞ് കേട്ടാലല്ലേ വിശ്വസിക്കൂ. ആരെങ്കിലും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ഇതാള് പ്രസംഗിക്കാനില്ല, ഇത് പ്രസംഗിക്കാൻ ആള് ഇല്ല. യേശു അപ്പോസ്തലന്മാരും പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ കൊടിയ ചെന്നായ്ക്കൾ വന്നു, ശിഷ്യന്മാര് വിപരീത ഉപദേശം പറഞ്ഞ് തങ്ങളുടെ പിന്നാലെ ഒഴിച്ചുകൊണ്ടുപോയി. അത് നടന്നു. ഇന്ന് അത് പ്രസംഗിക്കാൻ ആളില്ല. മനുഷ്യരെ കുരുടന്മാരാക്കിയിരിക്കുന്നു. പിടുത്തം കിട്ടിയ ഇനി ഇത് തന്നെയാണ്, ഈ ഉപദേശം തന്നെയാണ് അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത്, അവരോട് പ്രസംഗിക്കാൻ കൽപ്പിച്ചത്. ഇതാണ് അപ്പോസ്തോലിക ഉപദേശം. പിടുത്തം കിട്ടിയ ആ പ്രസംഗം പറയുമ്പോൾ അവർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അതിൻ്റെ ഉള്ളിൽ പറയും. കാരണം ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ ആ കുടുംബത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു വഴിയും ഇല്ല. എന്നാൽ ആളുകൾ ഇന്ന് പിശാചുരെ മയക്കിയത് ക്രിസ്തുവിനെ മാത്രം അങ്ങ് പറഞ്ഞാൽ മതി, എന്നിട്ട് അതിന്റെ പേരിട്ട് കൃപയുടെ സുവിശേഷം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ദൈവരാജ്യ സുവിശേഷമാണ് കൃപയുടെ സുവിശേഷം. മനസ്സിലായോ? അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 20:25 ദൈവത്തിന്റെ വചനം പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടു മോളി പറയാണ്, അതാണ് കൃപയുടെ സുവിശേഷം. ഹല്ലേലൂയ. ദൈവരാജ്യ സുവിശേഷമാണ് കൃപയുടെ സുവിശേഷം. അതിൻ്റെ അർത്ഥം നമുക്ക് സ്വയമേ പറ്റാത്ത കാര്യം ദൈവം സാധിച്ചു തരുന്നതാണ് കൃപ. ഈ ഒരു സംഭവം തിരിച്ചറിയുക. സുവിശേഷം പലതില്ല, ഒറ്റ സുവിശേഷമുള്ളൂ. അതാണ് യേശു പ്രസംഗിച്ച്. അതിൻ്റെ പല സൈഡുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ചിലപ്പോൾ കടുകുമണി എന്ന് പറയും, ചിലപ്പോൾ അത് നിധി എന്ന് പറയും, ചിലപ്പോൾ പുളിപ്പെന്ന് പറയും. അപ്പം നിങ്ങൾക്ക് പുളിപ്പിൻ്റെ സുവിശേഷം, അവന് കടുകുമണിയുടെ സുവിശേഷം, ഞങ്ങൾക്ക് നിധിയുടെ സുവിശേഷം. എങ്ങനെയല്ല, എല്ലാം ഒന്ന് തന്നെയാണ്, വിവിധ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. So, dear brothers, let's come back to the topic, although we don't have much time. So, the topic here is, for today's talk is, what we see as believers that we will inherit. And so, remember, we just spoke, what God wants us to see, that Bible calls it treasure. But, so if we have a treasure that we can see and by seeing inherit, what do you think will Satan do to oppose that? Naturally, what Satan will do is go and hide its treasure so that we won't see it, because if we see it, we will be able to inherit it. And this is what we see in Matthew chapter 13 verse 44, where it says, again the kingdom of heaven is like treasure hidden in a field. So you can see that we know, if we know what we should aim for, what we should target for, and if we know what we should believe, then God will make sure that we will inherit what we see and what we believe. But Satan is doing all he can to make sure that we do not know that, so that he can prevent us from inheriting that. And here we see this in Matthew chapter 13 verse 44, where the kingdom of heaven is called the treasure hidden in a field. We see this again in 2 Corinthians chapter 4 verse 4. Here we see what Satan is doing. Whose minds the God of this age has blinded, who do not believe, lest the light of gospel of the glory of Christ, who is in the image of God, should shine on them. So here it says that here Satan is called the God of this age. So Satan has blinded the mind so that they will not believe, they do not believe, and by believing they will not have the light of, so that if they believe they will have the light of the gospel of the glory of Christ. In order to prevent that, Satan is blinded their mind so that they will not believe. And so, dear brothers, we should always keep this in mind, and this is the true gospel, and we should always keep this in mind.
സ്വർഗസ്ഥ പിതാവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ സമാധാനവും ദൈവത്തിൻ്റെ എല്ലാ നന്മകളും നിങ്ങളിൽ സമൃദ്ധമായി വസിക്കുമാറാകട്ടെ. Greetings of love in the name of our Heavenly Father and our Lord and Savior Jesus Christ to everyone who is present here in this hall and to everyone who is listening to this through the online media. May God's life, peace and all goodness from God reign in your life abundantly. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് തിരുവത്താഴ് ശുശ്രൂഷയുമായുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത് അപ്പസ്തോലിക ഉപദേശമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചാൽ, ക്രിസ്തീയ സഭകൾ പോകേണ്ടത് അപ്പസ്തോലിക ഉപദേശത്തിലാണ്. അപ്പസ്തോലിക ഉപദേശം ആകുന്നതിന് മുമ്പ് അത് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാത്ത ഒരുവനും ദൈവം ഇല്ല. ഹല്ലേലൂയ. അപ്പസ്തോലിക ഉപദേശമാകുന്നതിന് മുമ്പ് അത് ക്രിസ്തുവിൻ്റെ ഉപദേശമായിരുന്നു. 2 യോഹന്നാനിൽ ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കാത്ത ഒരുത്തനും ദൈവം ഇല്ല. അപ്പോൾ ഈ അപ്പസ്തോലിക ഉപദേശം, ഈ ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. Dear brothers, today in relation to the Lord's Supper, we will be speaking on the topic of what is the apostolic teaching with regards to the Lord's Supper. And the reason for this topic being that the teachings that the true church should follow are the apostolic teachings, and that is because before they were the apostolic teachings were actually the teachings of our Lord Jesus Christ. And the Bible says in 2 John that anyone who does not remain in the teachings of our Lord Jesus Christ, they don't have true eternal life. അപ്പോസ്തലന്മാരുടെ കാലത്ത് അവരപ്പം നുറുക്കിയിരുന്നത് അപ്പോസ്തോലിക ഉപദേശം കേട്ടിട്ടാണ്. ദൈവവചനം അങ്ങനെ പറയുന്നു. എന്നാൽ ഇന്ന് അപ്പോസ്തോലിക ഉപദേശം എന്ന പേര് മാത്രമേ ഉള്ളൂ. ആ ഉപദേശത്തിൽ അപ്പോസ്തോലിക ഉപദേശം ഇല്ല. ഉള്ളവർക്കായി സ്തോത്രം. ഞങ്ങൾ അപ്പോസ്തോലിക ഉപദേശം നിൽക്കുന്നവരാട്ടോ. അപ്പൊ ചോദിക്കാൻ, എന്താണ് അപ്പോസ്തോലിക ഉപദേശം? അതൊക്കെ അപ്പോസ്തോലിക ഉപദേശമാണ്. ഈ അപ്പോസ്തോലിക ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ആ ഉപദേശം നിൽക്കാത്ത ഒരുവനും ദൈവമില്ല എന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം. ഇതുകൊണ്ടാണ് മത്തായി 7:21, 22, 23 യേശു കർത്താവ് പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നതുകൊണ്ടും സ്വർഗ്ഗത്തിൽ കയറാൻ പറ്റില്ല, എൻ്റെ അപ്പൻ്റെ അടുക്കൽ എത്താൻ പറ്റത്തില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തവനെ അവിടെ കയറാൻ പറ്റൂ. ഈ അപ്പസ്തോലിക ഉപദേശമാണ് പിതാവിൻ്റെ ഇഷ്ടം. അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടമില്ലാത്ത അപ്പസ്തോലിക ഉപദേശം. അപ്പം നമ്മൾ അറിയണം, എന്താണ് ഈ അപ്പസ്തോലിക ഉപദേശം, എന്താണ് അവർ പ്രസംഗിച്ച് നടന്നത്, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം. അല്ലാണ്ട് ചുമ്മാ വട്ടം കൂടി കുറച്ച് പാട്ട് പാടിയത് കൊണ്ടൊന്നും എൻ്റെ പ്രിയ മക്കളെ നമ്മൾ ലക്ഷ്യത്തിലെത്തത്തില്ല. വ്യക്തതയോടെ കാര്യം മനസ്സിലാക്കുക. നാം എന്താണോ നമ്മുടെ ഹൃദയത്തിൽ കാണുന്നത് അതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എന്താണോ അവിടെ നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് വിശ്വാസം കറക്റ്റ് അല്ല എങ്കിൽ മത്തായി 7:21, 22, 23 യേശുവിനെ കർത്താവായി സ്വീകരിച്ച ആ ഗണം ഇതാ പിതാവിൻ്റെ അടുക്കൽ എത്താതെ അവർ തള്ളപ്പെടുന്നു. ആ ഗതികേട് നമ്മളിൽ ആർക്കും ഉണ്ടാകരുത്. Dear brothers, the reason for this topic is that in many places the Lord's Supper is not being done in accordance with the apostolic teachings, although many of them are doing this, and I praise God for them. Many of them are doing it according to apostolic teachings, and I praise God for them. So we see that many people will tell you that what we are teaching is the apostolic teachings, and we ask them what is the apostolic teachings, and they say that don't ask further questions. What we are teaching, that is the apostolic teachings.
So, dear brothers, we must remember that apostolic teachings were the teachings of Christ before they became the apostolic teachings. And in order to understand this correctly, we should know the purpose of God's ministry, purpose of what God is doing in this world. Otherwise, you will be like those we see in Matthew 7:21-23, where they come and say to Jesus, Lord, Lord, and still Jesus says that I don't know you. You will do yours because you have not done the will of my Father. So, dear brothers, remember we should always remember the purpose of the teachings, what God is doing in this world, and we must have the right vision in our heart, because only with the right vision and right knowledge will we have the right beliefs, and only with the right beliefs will we be able to move forward correctly. ശ്രദ്ധിക്കുക, നമുക്കൊരു വചനം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. ആദ്യ സഭ എങ്ങനെയാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തത്? 2:41-42 ശബ്ദമുയർത്തി വായിച്ചാട്ടെ. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഹല്ലേലൂയ. നമ്മൾ അപ്പം നുറുക്കാൻ പോവുകയാണ്. അപ്പോൾ അപ്പം നുറുക്കുന്നതിന് മുമ്പ് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ഹല്ലേലൂയ. നമ്മളും അപ്പം നുറുക്കുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാരുടെ ഉപദേശം നമുക്ക് ശ്രദ്ധിക്കുക. എന്താണ് അവരുടെ ഉപദേശം? ഹല്ലേലൂയ. നമ്മൾ കേട്ടല്ലോ, അപ്പോസ്തലന്മാരുടെ ഉപദേശം ആകുന്നതിന് മുമ്പ് അത് ക്രിസ്തുവിൻ്റെ ഉപദേശം ആയിരുന്നു. അതായത് രക്ഷ, സ്നാനം, അഭിഷേകം, കൂട്ടായ്മ, അപ്പോസ്തലന്മാരുടെ ഉപദേശം, അപ്പം നുറുക്കൽ, പ്രാർത്ഥന. ഇതിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്ന സംഭവമാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അതാണ് ദൈവ ഇഷ്ടം. അപ്പോൾ അതെന്താണ് നാം മനസ്സിലാക്കാൻ പോവുക? അത് നമ്മളുടെ പിക്ചറിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ മെൻ്റൽ പിക്ചറിൽ ഉണ്ടാകണം. ആ മെൻ്റൽ പിക്ചറിൽ ഉണ്ടായിട്ട് അതായിരിക്കണം നമ്മുടെ ദർശനം. അതിലേക്ക് വേണം നമ്മൾ എത്തിച്ചേരാനായിട്ട്. ബാക്കി എല്ലാ ആർഗ്യുമെൻറ്റും പുറകെ കിടക്കും. നമ്മുടെ ഭാവി കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം നമ്മുടെ മനസ്സിൽ. അതായിരിക്കണം നമ്മളുടെ വിഷൻ, ദർശനം. അതിലേക്കായിരിക്കും നമ്മൾ എത്തിച്ചേർന്നത്. എന്താണോ നമ്മുടെ ദർശനം, അതാണ് നമ്മുടെ മൈൻഡ് കാണുന്നത്. എന്താണോ നമ്മളുടെ മൈൻഡ് കാണുന്നത്, അവിടെ നമ്മൾ എത്തിച്ചേരും. ഹല്ലേലൂയ. എവിടെ മനുഷ്യൻ്റെ മനസ്സ് പോകുന്നുവോ അവിടെ മനുഷ്യൻ പോകും. Dear brothers, in this regard, let us read from Acts of Apostles how the early Christians used to do this. I am reading Acts of Apostles chapter 2 verse 41 and 42. Those who gladly received his word were baptized, and that day about 3,000 souls were added to them. And they continued steadfastly in the apostles' doctrine and fellowship, in the breaking of bread and in prayers. So here we see that before they started breaking the bread, they first heard the apostles' doctrine. So in this regard, we will also try to see what were the apostles' doctrines over here. And here we should remember that before they were apostles' teachings, they were also the teachings of our Lord Jesus Christ. And it is for this reason that we should have the correct apostles' teaching, so that we will have the correct vision in our heart. Only by having the correct vision that our target will be correct, and only by having the correct target that we will move towards the correct target. So only by having the correct vision that we will be able to, only by having the correct vision and beliefs that we will be able to transform into what we should. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഞാൻ കാണുന്നത് എനിക്ക് അവകാശമാക്കാം. ഞാൻ കാണുന്നത് നമ്മുടെ ചിന്തയിൽ ഈ നെക്കഡ് ഐസ് കൊണ്ടാണെന്ന് അല്ല. നാം കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ്. നമ്മുടെ കണ്ണെന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ കണ്ണ്, അതാണ് മനസ്സ്. ഹല്ലേലൂയ. ആ മനസ്സുകൊണ്ടാണ് നാം കാണുന്നത്. അതാണ് നമ്മുടെ വിശ്വാസമായി തീരുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവം അബ്രഹത്തോട് ഇടപെട്ട ഒരു വചനം നമ്മൾ വായിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14-ാം വാക്യത്തിൽ, ലോത്ത് അബ്രഹത്തെ വിട്ട ശേഷം, അത് നിങ്ങൾ വീട്ടിൽ മുഴുവനായിട്ട് വായിക്കുക. ലോത്ത് അബ്രഹത്തെ വിട്ടുപിരിഞ്ഞ ശേഷം.
ആത്മീയ ഭാഷയിൽ പറഞ്ഞാൽ കാഴ്ചയാൽ ജീവിക്കുന്നവൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനെ വിട്ടുപിരിഞ്ഞതിന് ശേഷം. കാരണം നമ്മളൊരു മിക്സാണ്. കാഴ്ചയാൽ ജീവിക്കുന്നവനും വിശ്വാസത്താൽ ജീവിക്കുന്നതിന് മിക്സാണ്. കാഴ്ചയാൽ ജീവിക്കുന്നവൻ വിശ്വാസത്താൽ ജീവിക്കുന്നതിന് വിട്ടുപിരിഞ്ഞതിന് ശേഷം ദൈവം അബ്രഹത്തോട് അരുളി ചെയ്തു, നീ എഴുന്നേൽക്കുക, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നോക്കുമ്പോൾ നീ എന്ത് കാണുന്നുവോ, ശ്രദ്ധിച്ച് കേൾക്കുക, നോക്കുമ്പോൾ നീ എന്ത് കാണുന്നുവോ, ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക, നോക്കുമ്പോൾ നീ എന്ത് കാണുന്നുവോ അത് നീ അവകാശമാക്കും, അത് ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. ഈ പ്രിൻസിപ്പിൾ നമ്മളെപ്പോഴും തിരിച്ചറിഞ്ഞോളണം. ദൈവം ഇത് എബ്രഹാത്തിന് കൊടുത്ത ആ സ്റ്റേറ്റ്മെൻ്റാണ്, വാക്കാണ്. Dear brothers, if you look at the slides, so in this regard, I would like to make one more statement over here, which is, what I see, I will inherit. So in this regard, let me read a verse. This is in Genesis chapter 13, verse 14 onwards. So the statement in the slide over here is, what I see, I will inherit. And the verse to support this is in Genesis chapter 13, verse 14 onwards. So the context of this verse is, this is a situation after Lot, that is Abraham's nephew, had left him. After Lot and Abraham had split up. So if you are to speak in spiritual terms, this is after the person who sees by sight, who lives by sight, has left the person who lives by faith. And here we see that what God is promising Abraham, the person who lives by faith, is, and the Lord said to Abraham after Lot had separated from him, lift your eyes now and look from the place where you are, northward, southward, eastward, and westward. For all the lands which you see, I will give to you and your descendants forever. So, dear brothers, here the point to note is, Abraham is seeing we should not see just by our naked eyes. We should see by our inner eyes, our eyes of faith, and what we see, God will give it to us. ആ വചനം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി 13:14. ലോത്ത് അബ്രഹാമിനെ വിട്ടു പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ശ്രദ്ധിച്ചാട്ടെ പ്രിയ സഹോദരങ്ങളെ, നീ കാണുന്ന ഭൂമിയൊക്കെയും. നമ്മുടെ ഈ കണ്ണുകൊണ്ട് നമ്മൾ 4 സൈഡിലേക്ക് ഒന്ന് നോക്കി എത്ര ദൂരം കാണാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്കിയേ, ഒന്ന് ചിന്തിച്ചു നോക്കി, എത്ര ദൂരം കാണാൻ പറ്റും? ഒരു ചെറിയ ദൂരമല്ലേ കാണാൻ പറ്റുമോ? അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ക്ലിയർ അല്ല, അല്ലേ? അപ്പം തന്നെ മനസ്സിലാക്കുക, ഈ കണ്ണുകൊണ്ടുള്ള കാഴ്ച അല്ല, നമ്മുടെ ഹൃദയ കണ്ണുകൊണ്ട് നമ്മൾ എന്ത് കാണുന്നുവോ, എത്ര ദൂരം കാണുന്നുവോ, ശ്രദ്ധിച്ച് കേൾക്കുക, എന്ത് കാണുന്നുവോ, എത്ര ദൂരം കാണുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ചിലരെക്കുറിച്ച് പറയുന്നുണ്ട്, അവർ ഹ്രസ്വദൃഷ്ടിയുള്ളവരും, അവർ ഇച്ചിരിയേ കാണുന്നുള്ളൂ. സെമിത്തേരിക്ക് മുമ്പുള്ള ജീവിതം വരെ അവർ കാണും, ദൂരം കാണുന്നില്ല. ഈ സ്റ്റേജിൽ നോക്കി അറിയാം, ഒരാൾ ബൈനാക്കുലറും കൊണ്ട് നിൽക്കണുണ്ടോ? ദൂരെ കാഴ്ച വേണം. ഞാനൊരു ബൈനാക്കുലർ കിട്ടുമെന്ന് നോക്കി, പക്ഷെ കിട്ടിയില്ല, എൻ്റെ കയ്യിലില്ല. ആണെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും ഫിസിക്കലി. അപ്പോൾ എത്ര ദൂരം നമുക്ക് കാണാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് അവകാശമാക്കാൻ പറ്റും. ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഹ്രസ്വദൃഷ്ടിയുള്ളവരായിരിക്കരുത്, ദീർഘദൃഷ്ടിയുള്ളവരായിരിക്കണം. ആരെ പോലെ? യേശു ക്രിസ്തുവിനെ പോലെ. So, dear brothers, here the point to note is that we will inherit what we see, and we will inherit how far we see. So, dear brothers, if you look around with our naked eyes, what we see are just a short distance. Even if there is no walls or buildings around, even then what we see will be just short distance. So, what is the point over here is, we should look at it from our inner eyes, the eyes of our inner self, and what we see and how far we see, we will inherit. And in this regard, we should be careful not to be short-sighted. As Bible calls some people, we should not be short-sighted. There are people who see only till the cemetery and does not see beyond that. But we should not be like that. We should be able to look with a binocular. As is shown in the picture in the slide, we should be able to look with a binocular to far distances and see that, so that we will be able to inherit it.
ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മൾ ഇതിന് നോക്കേണ്ടത് ചുറ്റുമുള്ള ക്രിസ്ത്യാനികളെയല്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നു. അവരെയൊക്കെ സ്നേഹിക്കാം, അവരെയൊക്കെ അനുഗ്രഹിക്കാം, അവരിൽ നിന്ന് എടുക്കരുത്. ഹല്ലേലൂയ. എടുക്കേണ്ടത് ക്രിസ്തുവിൽ നിന്നാണ്. ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മുടെ പലരുടെയും പ്രശ്നം ചുറ്റുമുള്ള ആളുകളെ നോക്കി അവർ പറയുന്ന നോക്കിയ പ്രശ്നം. എടുക്കേണ്ടത് എപ്പോഴും ക്രിസ്തുവിൽ നിന്നാണ്. ഈ ബാലപാഠമൊന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇതാണ് യേശുക്രിസ്തു തൻ്റെ ജീവിതത്തിൽ ഉപയോഗിച്ച സിസ്റ്റം. ഇതാ ഹെബ്രായ ലേഖനം 12:2 പറയുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ ആരെയാ നോക്കേണ്ടേ? യേശുവിനെ നോക്കുക. ശ്രദ്ധിക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത്. ശ്രദ്ധിച്ചേക്കുക, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. ഈ സന്തോഷമാണ് യേശുവിൻ്റെ ദർശനം. യേശുവിൻ്റെ മനസ്സ് കാണുന്നത് ഇതാ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. കഷ്ടങ്ങളെ ജയിക്കണമെങ്കിൽ, പ്രതികൂലങ്ങളെ ജയിക്കണമെങ്കിൽ, വിഷയങ്ങളെ ജയിക്കണമെങ്കിൽ മുമ്പിൽ വെച്ചിരിക്കുന്നത് ഓർക്കണം, നേരത്തെ പോയതല്ല. ഹല്ലേലൂയ. കഴിഞ്ഞ കാലത്തിൽ നിന്ന് സന്ദേശം ഏറ്റെടുക്കാം, അങ്ങോട്ടൊക്കെ നോക്കിയിട്ട് അതല്ല, വേറെ യാതൊന്നുമില്ല. പകരം മുമ്പിലുള്ള സന്തോഷമോർത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ അപമാനം അലക്ഷ്യമാക്കി. ഇപ്പോൾ അപമാനമാണ്, തന്നെ തുണി ഉലിയുക, കഷ്ടമാ, തന്നെ ആണിയടിക്കുകയാ, തൻ്റെ മേൽ തുപ്പുകയാ, അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, യേശുക്രിസ്തു ഈ കാര്യങ്ങളൊക്കെ സഹിച്ച് അപമാനമേറ്റ് ജയിച്ചു പോയതിൻ്റെ കാരണം തൻ്റെ ദർശനമായിരുന്നു, തൻ്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷമായിരുന്നു. ഇതെല്ലാം സഹിച്ച് അപ്പുറത്തെത്തുവാനുള്ള ആ കാരണം. ഇതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത്, തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്, പൗലോസ്, തിമോത്തിയോസേ, ഞാൻ ഇവിടെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുകയാണ്, നീയും കഷ്ടം സഹിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. ഇങ്ങനെ കഷ്ടം സഹിക്കുമ്പോൾ എൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുള്ള ക്രിസ്തുവില്ലേ, ആ ക്രിസ്തുവിനെ നീ ഓർത്തുകൊള്ളണം, നിനക്ക് ജയിക്കാൻ പറ്റും. Dear brothers, in this regard, one important thing to note is that we should not be looking towards our brothers and sisters in the church. We should, as a model, we should look towards them. We should love them, and we should take teachings from them. But our model should be our Lord Jesus Christ, as is written in Hebrews chapter 12, verse 2, looking unto Jesus, the author and finisher of our faith. So although we are surrounded by a great crowd of witnesses, the one we should look unto is Jesus, the author and finisher of our faith, who for the joy that was set before him. So here we can see how Jesus is acting. Jesus is acting by taking inspiration from the joy that is set before him. So in our lives there are many joys in our life, in our past and all. We can take joy from the past events, but what should inspire us to move forward is the joy that is set before us. And here we can see that Jesus, because of the joy that is set before him, endured the cross, and despising the shame. So you can see that Jesus is on the cross. He is being nailed to the cross. He is being spat upon. But even with all of that, Jesus endured all of that, because Jesus was not looking at that, or Jesus was not looking at the past either. Jesus was looking at the future for the joy that is set before him. And looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and as a result, and has sat down at the right hand of the throne of God. So we can see that as a result of this, Jesus has sat down at the right hand of the throne of God. So we can see that in 2 Timothy as well, Paul is giving the same advice to his disciple Timothy, where Paul says that although right now I am in chains, because I am in chains and suffering because of our Lord Jesus Christ, you too should be prepared for that. And when you receive such suffering, look unto our Lord Jesus Christ. Look unto how our Lord Jesus Christ suffered it.
പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ചോദ്യം ചോദിച്ചോട്ടെ. അറിയാവുന്ന ഉത്തരം പറയണ്ട, കൈവയ്ക്കാൻ മതി. ഓക്കെ, എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷം? യേശു എന്താ കണ്ടേ? ഒരാൾ കൈവക്കി, പുറയിൽ ഒരാൾ കൈവക്കി, പാസ്റ്റർ കൈവക്കി. ശ്രദ്ധിക്കുക, ആദ്യം കൈവക്കിയ ആൾ ഇവിടെ, അത് കഴിഞ്ഞിട്ട് അവിടെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ. ഇവരോട് ചോദിക്കുക, അങ്കിള് എന്തായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലുണ്ടായ സന്തോഷം? കൈവക്കിയ വർഗീസ് അങ്കിൾ, പുനലൂരല്ലേ അങ്കിളുടെ സ്ഥലം എവിടെയാ? നിലമ്പൂർ. ഓക്കെ, എല്ലായിടത്തും കേരളത്തിൻ്റെ വിവിധ ഭാഗത്ത് നിന്ന് വന്നവർക്കൊക്കെ സ്തോത്രം ചെയ്യുകയാണ്. അങ്കിൾ പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ഇരുന്നാട്ടെ. സിസ്റ്റർ എന്താ കണ്ടേ? പിതാവിൻ്റെ ഇഷ്ടം. അത് പിതാവിൻ്റെ ഇഷ്ടം കേട്ടു, പിന്നെ കേട്ടില്ല. മഹത്വത്തിലേക്ക് കിടക്കുക. ഓക്കെ, പാസ്റ്റർ. പ്രൈസ് ഗോഡ്. ഇരുന്നാട്ടെ. ഒരു പാസ്റ്ററും കൂടി പുറകിന്ന്. പാസ്റ്റർ എന്ന് പറഞ്ഞാട്ടെ. പ്രൈസ് ഗോഡ്. ഇരുന്നാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ 4 പേരും പറഞ്ഞ് ശരിയാണ്. എല്ലാം 4 വശങ്ങളിലേ പറഞ്ഞോളൂ. ജസ്റ്റിനും പറയണോ? എന്നാൽ പെട്ടെന്ന് പറ, പെട്ടെന്ന് കേട്ടോ, നീട്ടരുത്. ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കണം. ഇരുന്നോ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ഇനി നമുക്ക് ബൈബിൾ എന്ത് പറയുന്നു ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. 110-ാം സങ്കീർത്തനം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിൻ്റെ ഉത്തരം അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പല ഭാഗങ്ങളിലും കിടക്കുന്നുണ്ട്. യഹോവയായ ദൈവം ക്രിസ്തുവോട് അരുളി ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ ഇവിടെ തിരുത്തിക്കൊള്ളണം. യഹോവയല്ല ക്രിസ്തു. ഹല്ലേലൂയ. യഹോവയായ ദൈവം നമ്മുടെ കർത്താവായ ക്രിസ്തുവോട് കൽപ്പിക്കുകയാണ്, അരുളി ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കും, ആക്കിത്തരാം. അതുവരെ നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കണം. ഹല്ലേലൂയ. യേശു ഇന്നും അനുസരണയോടുകൂടി അത് ചെയ്യുക. ശത്രു ഇതുവരെയും പാദപീഠമായിട്ടില്ല. അതിൻ്റെ ഫസ്റ്റ് സെക്ഷനായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തൻ്റെ വ്യക്തിപരമായി ശത്രുവിനെ പരാജയപ്പെടുത്തി. എന്നാൽ തൻ്റെ ശരീരത്തിൻ്റെ പാദപീഠം ആയിട്ടില്ല. തൻ്റെ ശരീരമാണ് സഭ. ഹല്ലേലൂയ. സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ സഭയുടെ കാൽ കീഴിലാക്കി തരും. പക്ഷേ നമ്മൾ അനുസരണമുള്ളവരായിരിക്കണം. നമ്മൾ വ്യക്തമായി അറിയണം. എന്നിട്ട് ദൈവവചനം പറയാണ്, അതിൻ്റെ 3-ാം വാക്യം. 1-ാം വാക്യമാണ്, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കാം. ഇനി അതിൻ്റെ 3-ാം വാക്യം വായിച്ചേ. നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ സേനാ ദിവസത്തിൽ നിനക്ക് എന്നെ കിട്ടും? ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. കാരണം സ്വർഗത്തിലെ നിന്റെ അപ്പൻ ആയ ഞാൻ നിനക്ക് മക്കളെ തന്നിട്ടുണ്ട്. പക്ഷെ ആ മക്കളെ നിനക്ക് ലഭ്യമായിട്ടില്ല. ആ മക്കളെ നിനക്ക് ലഭ്യമാകുമ്പോൾ യേശയ്യാ 9:6 പ്രവചനം നിവൃത്തിയാകും. നീ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. നിനക്ക് മക്കളെ കിട്ടും. പക്ഷേ അത് ഇതുവരെ നിവൃത്തിയായിട്ടില്ല. അത് നിവൃത്തിയാകും. അത് നിവൃത്തിയാകുന്ന ആ മക്കളോടുകൂടെ ദൈവരാജ്യത്തിൽ ഇരിക്കുന്ന സന്തോഷം ഓർത്തിട്ടാണ് യേശു കർത്താവ് ഈ ക്രൂശിനെ സഹിച്ചു മുന്നോട്ടേക്ക് പോകുന്നത്. ആ സഹനത്തിൽ യേശുവിന് ആരെ കിട്ടിയെന്നറിയാമോ? യേശയ്യാ 53:10 താൻ മക്കളെ കാണുകയാണ്. ഏതൊരു സ്ത്രീയും ആ പ്രസവവേദനയിലൂടെ പോകുമ്പോൾ ഇഷ്ടം ഉണ്ടായിട്ടാണോ പോകുന്നത്? അല്ല. പക്ഷേ ഇത് കഴിഞ്ഞ് തൻ്റെ മക്കളെ കാണുന്ന സന്തോഷം ഓർക്കുമ്പോൾ ബാക്കിയെല്ലാം മറന്നു പോകും. ഹല്ലേലൂയ. നമ്മൾ അതും വായിക്കാം. എന്നാൽ അതിനു മുമ്പ് ട്രാൻസ്ലേഷൻ കഴിയട്ടെ. So
Dear brothers, Pastor asked here that what is the joy for which Jesus suffered, Jesus endured all the sufferings, and different brothers answered differently, and they all answered correctly. They answered different aspects of the same. Someone answered that Jesus was doing the will of the Father and then entering into the glory of the Father. That was Jesus' joy in front of Jesus. Others answered that Jesus was creating children for the Father, and Jesus wanted to live happily with the children in the kingdom of God. And all of these answers are correct. Now let us look at verses from the Bible to support these. So I'm reading Psalms 110 verses 1 to 3. The Lord said to my Lord, sit. So the Lord here is Yahweh said to my Lord. That is, Yahweh is speaking to God, Almighty God. Yahweh is speaking to our Lord Jesus Christ. Sit at my right hand till I make your enemies your footstool. So you can see that this is one of the promises that is given to Jesus, that he should sit at the right hand of Yahweh till he makes Jesus' enemies his footstool. So from here we can see that Jesus is not Jehovah God, or is not Yahweh God. And one more thing we can see is that Jesus has defeated his enemies in the cross. So Jesus has personally defeated his enemies in the cross, but we are all part of Jesus' body, and the process of defeating enemies, making the enemies footstool for us, that is the body of Christ. That process is still ongoing, as the Bible says that the God of peace will crush Satan under our feet. So that process is still ongoing. And in the words in the third verse again, Jesus it says that your people shall be, this is Psalms 110 verse 3, your people shall be volunteers in the day of your power, in the beauties of holiness. From the womb of the morning you have the dew of your youth. So here again we can see this is again speaking of the fulfillment of Isaiah chapter 9 verse 6, where Jesus is called the everlasting Father. And again in Isaiah 53 verse 10 that it says that God will see generations, children through our Lord Jesus Christ. So here what he's speaking here is at the end, in heaven, Jesus will sit with all the children that he has redeemed, he has produced for God the Father, and he will have a joyous time at that point of time. ഇതിപ്പോൾ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോയത് കൊണ്ട് നിങ്ങൾ പലർക്കും ഇത് പിടിക്കാനായിട്ട് പറ്റിയില്ല. നമുക്കൊരു വാക്യം എടുത്ത് ഉറപ്പിച്ചങ്ങോട്ട് പോകാം. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നോ അതിൻ്റെ റിസൾട്ടാണ് ഈ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു എന്നറിയാവുന്നവർ എത്ര പേരുണ്ട്? മാനവകുലത്തിൽ ദൈവം എന്താ ചെയ്യുന്നത് അറിയാവുന്നവർ മാത്രം കൈവയ്ക്കുക. എന്താണ് ചെയ്യുന്നത്? ചുമ്മാ എന്തെങ്കിലും പറയാൻ വേണ്ടി കൈവെക്കരുത്. അറിയാവുന്നെങ്കിൽ കൈ വെക്കുക. ഓക്കെ, ജോൺസൺ ബ്രദർ കൈവയ്ക്കുക. എന്താണ് മാനവകുലത്തിൽ ദൈവം ചെയ്യുന്നത്? അതാണ് ഗോഡ്സ് പ്രൊജക്റ്റ്. എന്താ ചെയ്യുന്നത്? ദൈവം തൻ്റെ മക്കളെ ഒരുക്കുക. സത്യമാണ്. എങ്ങനെ അറിയാം സത്യമാണോ ഇല്ലെന്ന്? ബൈബിളിൻ്റെ വചന സപ്പോർട്ട് വേണം. ഹെബ്രായ ലേഖനം 2:10 ഇതാ സ്വർഗസ്ഥ പിതാവ് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ മക്കളെ ഒരുക്കുകയാണ്. അതാ പറയുന്നത്, യുവാക്കളായ മഞ്ഞ് നിനക്ക് വരാൻ പോകുന്നു. ഹല്ലേലൂയ. അങ്ങനെ മഞ്ഞ് നിനക്ക് വന്നു കഴിയുമ്പോൾ നീയും ഒരു പിതാവാകും. അതുകൊണ്ടാണ് യേശയ്യാ 9:6 ഇങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തു ജനിക്കുന്നതിന് ഏകദേശം 700-750 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗസ്ഥ പിതാവിൻ്റെ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു, നീ നിത്യപിതാവെന്ന് വിളിക്കപ്പെടും. സ്വർഗസ്ഥ പിതാവിനെ ആരും നിത്യപിതാവെന്ന് വിളിക്കണ്ട. സ്വർഗസ്ഥ പിതാവ് തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെ നിത്യപിതാവെന്ന് വിളിക്കപ്പെടും. എപ്പോൾ? ഈ മക്കളെ നിനക്ക് ലഭ്യമാകുമ്പോൾ. ആ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹെബ്രായർ 2:10 പറയുന്നത്, സകലത്തിന് ലാക്കും. വായിച്ച്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ. അതാണ് സ്വർഗസ്ഥ പിതാവ് യഹോവയാൻ ദൈവം. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ദൈവം അപ്പൊ ആരെ ഒരുക്കുകയാ? പുത്രന്മാരെ ഒരുക്കുകയാണ്. ഹല്ലേലൂയ. ദൈവപുത്രന്മാരെ ഒരുക്കുകയാ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. ആരിലൂടെ? അവരുടെ രക്ഷാനായകനെ. ആരാണത്? യേശു കർത്താവിലൂടെയാണ് ഇതാ ദൈവപുത്രന്മാരെ ഒരുക്കുന്നത്. രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്ന യുക്തമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നൊന്നും ഇട്ടിട്ടില്ല, വിശുദ്ധ ബൈബിളിലെ വചനമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണമെന്നറിയാമോ? പലതും പുറത്തുനിന്ന് ഇട്ടിട്ട് ഇതൊക്കെ തെറ്റിച്ച് കളഞ്ഞിരിക്കുക. ഹല്ലേലൂയ. സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ.
ഒരു ഭവനത്തിലെ പിതാവ് പോലെ. യേശു കർത്താവ് മുഖാന്തരം ഒരു ഭവനത്തിലെ മാതാവ് പോലെ. പിതാവിന് മാതാവിലൂടെ മക്കളുണ്ടാകുന്നു. ഇവിടെ സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം മക്കളെ ജനിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് അതിൻ്റെ തൊട്ട് താഴെ യേശു ക്രിസ്തു പറയുന്നത്. അതിൻ്റെ 13-ാം വാക്യം, ദൈവം എനിക്ക് തന്ന മക്കളാണ് ഇവരൊക്കെ. ഹല്ലേലൂയ. വായിക്കാൻ 2:13. ഞാൻ അവനിൽ ആശ്രയിക്കുന്നുവെന്നും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് ആര് പറയുന്നു? യേശു ക്രിസ്തു പറയുക, ഞാൻ പിതാവിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആശ്രയിക്കും, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ഈ മക്കളെ കണ്ടുകൊണ്ടാണ് ആ ക്രൂശ് സഹിക്കുന്നത്. ഈ മക്കളാണ് യുവാക്കളായ മഞ്ഞ്. ഹല്ലേലൂയ. ഇത് നടക്കുന്നത്, അതിൻ്റെ തുടക്കം നടക്കുന്നത് കാൽവരി ക്രൂശിലെ യാഗത്തിലാണ്. അതിൻ്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാൻ പോകുന്നത്. അതാണ് യേശയ്യ 53:10 പറയുന്നത്. ട്രാൻസ്ലേഷന് ശേഷം നമുക്ക് ആ വചനവും വായിക്കാം. So dear brothers, in order to understand this correctly, we should always have the overall plan of God in our hearts. So pastor asked what is the overall plan of God, and one of our brothers has replied correctly. The overall plan what God is accomplishing in this world is he is preparing its sons of God for himself. And it is about this sons of God that we just read that in Psalms 110:3 that Jesus will have youth who are the dew of his youth. So again we can see biblical support for this plan. We see this in Hebrews chapter 2 verse 10. For it was fitting for him, for whom are all things and by whom are all things. This is God the Father in bringing many sons to glory. So you can see that God the Father is bringing many sons to glory to make the captain of their salvation. Who is the captain of their salvation? That is our Lord Jesus Christ. To make the captain of their salvation perfect through sufferings. So here it is about, here you can see that this is explained entirely by this verse itself. Many people have added many things from their own hands into this verse, but how pastor has explained it right now, there is nothing added into this verse. It is just the verse itself that is explaining it. It is this very same thing that we see in Isaiah chapter 9 verse 6, where we have this prophecy at that time that Jesus will be called the everlasting Father. So this Isaiah chapter 9 verse 6 was before, this prophecy was done before our Lord Jesus came into this world. And you can see that at that it says that Jesus will be called the everlasting Father. So when Jesus gets his children, he is called the everlasting Father. And that process of creating children happened at the cross of Calvary. So you can see in Hebrews chapter 2 verse 10 what God is accomplishing over here. And in chapter 13 again we can see that Jesus is calling these children whom he have created through Calvary as his children. This is Hebrews chapter 2 verse 13. And again, I will put my trust in him. And again, here am I and the children whom God has given me. So our Lord Jesus is calling us the children that God has given him. ശ്രദ്ധിക്കുക. ഇനി യേശയ്യ 53:10 പോകാം. തിരുവത്താഴ് ശുശ്രൂഷയിൽ നമ്മളെപ്പോഴും വായിക്കുന്നതാണ് യേശയ്യ പ്രവാചകന്റെ പുസ്തകം, അല്ലേ? ഈ മക്കളെ സ്വർഗസ്ഥനായ പിതാവ് യേശു ക്രിസ്തുവിന് ലോകമുണ്ടാകുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിൽ നിയമിക്കപ്പെട്ട മക്കളാണ്. ഇതാണ് മുൻ നിയമനം. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തുവിന് നമ്മളെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി ആ മക്കളെ മുൻ നിയമിച്ചു. പക്ഷേ സൃഷ്ടിക്കുന്ന സമയമാണ് കാൽവരി ക്രൂശിലെ യാഗം. ആ മക്കളെ സൃഷ്ടിക്കാൻ പോവുക. ആ സൃഷ്ടിക്കുന്നതിൻ്റെ പേരാണ് പുതിയ സൃഷ്ടി. ഇതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇനി പഴയ സൃഷ്ടിയിലെ പരിച്ഛേദനവും അഗ്രചർമ്മവും ഒന്നുമല്ല, പുതിയ സൃഷ്ടിയാണ് കാര്യം. ന്യൂ ക്രിയേഷനാണ് കാര്യം. ആ സൃഷ്ടിപ്പ് നടക്കുന്നതാണ് യേശയ്യ 53:10. എഫേസ്യ ലേഖനം 14, 15, 16 വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, ക്രൂശിൽ വെച്ച് യഹൂദന്മാരെയും യവനന്മാരെയും തന്നിൽ ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനായി സൃഷ്ടിപ്പാൻ. ഹല്ലേലൂയ. ആ സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അവിടെ വെച്ചാണ് തനിക്കും ഓഫർ ചെയ്ത മക്കളെ കിട്ടുന്നത്. അവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ആ വചനം ഒന്ന് വായിച്ചോളൂ. എന്നാൽ ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയും. ക്രിസ്തു അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല.
നിങ്ങൾക്ക് എത്ര പേര് മക്കളുണ്ട്? എത്ര പേർക്ക് മക്കളുണ്ട് ഇവിടെ? മക്കളുണ്ടോ? ഉണ്ടോ? തോമസ് ബേർ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. ആദ്യമായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. നേരത്തെ തൃശ്ശൂർ കണ്ടിട്ടുണ്ട്. തോമസ് ബേർ മക്കളെ ജനിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും അപ്പാന്ന് വിളിച്ചിരുന്നോ? ഇല്ല. പക്ഷേ മക്കളെ ജനിച്ചപ്പോൾ എന്ത് വിളിക്കാൻ തുടങ്ങി? അപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ മക്കളെ ജനിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിലായിരുന്ന സമയത്ത് ഞാൻ തോമസ് ബേറിനെ കുറിച്ചൊരു പ്രവചനം പറയുമായിരുന്നു. ഇതാ, ഒരിക്കൽ നിന്നെ അപ്പ എന്ന് നീ വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതെന്നായിരിക്കും? മക്കൾ ജനിച്ചതിന് ശേഷം. ഇതാ, യേശുവിനെ കുറിച്ചുള്ള യേശു 9:6 പ്രവചനം നിവൃത്തീകരിക്കപ്പെടുകയാ. നീ നിത്യപിതാവ് എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. എവിടെ വെച്ച്? യേശയ്യാ 53:10 ആ കാൽവരി ക്രൂശിലെ യാഗം നടക്കുമ്പോൾ. ഒന്നുകൂടി വായിച്ചോളൂ. എന്നാൽ ക്രിസ്തുവിനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. യഹോവ ക്രിസ്തുവിന് കഷ്ടം വരുത്തി. ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയും സന്തതിയെ കണ്ടാൽ അന്ന് മുതൽ അപ്പ എന്ന് പേര് വരും. ഹല്ലേലൂയ. ഈ ഭൂമിയിലെ അപ്പന്മാരൊക്കെ അപ്പന്മാരാ, പക്ഷെ ഒന്ന് നിത്യ അപ്പന്മാര് അല്ല, എല്ലാം മരണമുള്ള അപ്പന്മാരാ. പക്ഷെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഉയർത്തെഴുന്നേറ്റു, എന്നേക്കും ജീവിക്കുന്നു, നിത്യനായ അപ്പനായി മാറുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കുക, ഇതാ അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും. വായിച്ചോളൂ. സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. യഹോവയുടെ ഇഷ്ടം, ഇതാണ് യേശു ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിലനിന്ന്. യഹോവയുടെ ഇഷ്ടം ക്രിസ്തുവിന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് മനസ്സിലായെന്ന് ചിന്തിക്കുന്നു. ഇതാ, നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഹിന്ദി ബൈബിൾ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നു, തബ് വഹ് അപ്നാ വംശ് ദേഖന പായേഗാ. ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണം. ഹല്ലേലൂയ. ഇതുവരെ ഇല്ലാത്ത ഒരു പുതിയ വംശം ഇതാ ഇറങ്ങുകയാണ്. ദൈവത്തിന് ക്രിസ്തുവിലൂടെ ദൈവവംശത്തെ കാണണം. ഇത് മനുഷ്യന് വിശ്വസിക്കാൻ വലിയ പാടാ. ശരിയാണോ? ശരിയാണോ? ഈ റിപ്പോർട്ട് വിശ്വസിക്കാൻ പാടുണ്ടോ? ദൈവത്തിന് ക്രിസ്തുവിലൂടെ തൻ്റെ വംശത്തെ കാണണമെന്ന്? സത്യമാ ഇല്ലേ? നമ്മൾ നോക്കി നമുക്ക് വിശ്വസിക്കാൻ വലിയ പണിയാ. അയ്യോ, ഞങ്ങൾ യേശു ക്രിസ്തുവോട് സമന്മാരാ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. എത്ര പേരാ എന്നോട് പറയണേ. അതുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ എഴുതി വെച്ചേക്കണേ. എന്നാന്നറിയാമോ? ഒന്ന് ഉറക്കം വായിച്ചേ. 1-ാം വാക്യം തുടക്കത്തിൽ എഴുതി വെച്ചേക്കണേ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു. ഇതാണ് തുടക്കത്തിൽ എഴുതി വെച്ചേക്കണേ. ഇത് ആർക്കാ വിശ്വസിക്കാൻ പറ്റുക? ഞങ്ങൾ ക്രിസ്തുവോട് സദൃശ്യരാകുമോ എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അങ്ങനെയൊന്നുമില്ല പാസ്റ്ററെ, അങ്ങനെയൊന്നുമില്ല പാസ്റ്ററെ, ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ക്രിസ്തു ആരാ? ദൈവപുത്രൻ, ദൈവ. ഞങ്ങൾ ക്രിസ്തുവോട് സദൃശ്യന്മാരാകുമോ എന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലായ? അതുകൊണ്ടാണ് തുടക്കത്തിൽ എഴുതി വെച്ചേ, ഇത് ആര് വിശ്വസിക്കുമെന്ന്. ഇത് ആര് വിശ്വസിക്കൂ? കേൾക്കും, നീ വിശ്വസിക്കത്തില്ല. നീ വിശ്വസിച്ചാൽ നീ പ്രാപിക്കും. നീ എന്ത് കാണുന്നുവോ അത് നീ അവകാശമാക്കും. നീ കണ്ടില്ലയോ നിനക്ക് കിട്ടത്തുമില്ല. മനസ്സിലായോ? ഇതാ ദൈവവചനത്തിന്റെ പ്രത്യേകത. നീ എന്ത് കാണുന്നുവോ, നീ ഇത് കാണുന്നില്ലേ, നീ അവകാശമാക്കത്തില്ല. നീ കണ്ടോ, നീ അവകാശമാക്കും. ഇതാ ദൈവവചനത്തിന്റെ പ്രിൻസിപ്പിൾ. ഇതാ ദൈവം അബ്രഹാത്തോട് പറഞ്ഞത്, നീ എഴുന്നേറ്റ് തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്ക. നീ കാണുന്നത് നീ അവകാശമാക്കും. നീ കണ്ടാൽ നിനക്കത് കിട്ടും, കണ്ടില്ലയോ കിട്ടില്ല. നീ നിന്നെ തന്നെ കുഞ്ഞെ ജഡരൂപിയായി വീണ്ടും കാണാതെ നിന്നെ ക്രിസ്ത്യാനുരൂപിയായി കാണുക. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചു. ഹല്ലേലൂയ. വിശ്വസിച്ചേ പറ്റൂ. ദൈവവചനമാ, എൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല. ഹല്ലേലൂയ. So, dear brothers, in this regard, let us read Isaiah chapter 53, verse 10. This is a verse. Isaiah chapter 3 is a chapter that we read regularly during our Lord's Supper. So, this verse 10, let's read it. Yet it pleased the Lord, that is, yet it pleased Yahweh to bruise him. He has put him to grief. When you make his soul an offering for sin, he shall see his seed. He shall prolong his days, and the pleasure of Yahweh shall prosper in his hands. So you can see that when Jesus makes his soul an offering for sin, Jesus will see his seed, that is his children, his descendants.
And dear brothers, this is exactly we see in book of Colossians that at the cross Jesus made both the Gentiles and Jews into one as children of God. And here you can see that this is here at the cross Jesus is producing children for himself and for God. And dear brothers, this is also the fulfillment of the prophecy of Isaiah chapter 9 verse 6, where it says that Jesus will be called the everlasting Father. So pastor asked a brother over here whether who is a father, that when did people start calling him a father, and he replied that when he had a child, the child started calling him Appa or Father, and it is at that point of time that he had a person who calls him Father. So it is in the same manner over here. If pastor had said before this particular brother had a son, that a day will come when you will be called a father, and when will that day that prophecy be fulfilled? That prophecy will be fulfilled on the day that person had a son. So in the same way, we can see in Isaiah chapter 9 verse 6, where it says that Jesus will be called the everlasting Father. When is that prophecy fulfilled? That prophecy is fulfilled on the cross of Calvary, as we see over here, that in the cross of Calvary Jesus saw his seed. Jesus generated children for himself. And this is very difficult for people to believe, as he says in Isaiah chapter 53 verse 1, that is the beginning of this chapter, that who has believed our report, and to whom has the arm of the Lord been revealed. And it is very difficult for people to believe, because since we are children of our Lord Jesus, we are predestined. So remember that we are supposed to be conformed to the image of our Lord Jesus Christ. So remember that we were predestined and pre-elected from before the foundation of the world to be children of God, and that our creation as children of God happened in the cross of Calvary when Jesus created us as children. This is the new creation, and we are predestined, and we are supposed to, since we are part of the new creation, we are supposed to be conformed to the image of our Lord Jesus Christ, as he says in Romans chapter 8:29, so that Jesus would become the firstborn of many brethren. We are supposed to be conformed to the image of our Lord Jesus Christ. So many people have difficulty believing this, because Jesus is the Son of God. How can all rest of us all be like that? But dear brothers, this is the principle of Christian life. What you see and what you believe, that you will become. So remember brothers, you must see and believe correctly. Only then we will be able to be conformed to the image of our Lord Jesus Christ and rule as children of God. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മളെ കാണേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ സൃഷ്ടി ജാലങ്ങൾക്കും ഒരൊറ്റ സൃഷ്ടിപ്പേ ഉള്ളൂ, നമുക്ക് മാത്രം ഇരട്ട സൃഷ്ടിപ്പാണ്. അതിലാദ്യത്തേത് മണ്ണിൽ നിന്നുള്ളതാണ്, ആദം. നാം ആദത്തിൻ്റെ ബോഡിയുടെ പാർട്ടുകളാണ്, കഷ്ണങ്ങളാണ്. ദൈവം ആദത്തെ ഉണ്ടാക്കിയപ്പോൾ നമ്മളെല്ലാം ദൈവം ആദത്തിൽ സൃഷ്ടിച്ച് കഴിഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ സമയത്തിൽ നമ്മൾ ആദത്തിൻ്റെ കഷ്ണങ്ങളായി ആദത്തിൻ്റെ ബീജം ഇങ്ങനെ പുറത്തേക്ക് വന്ന് അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇന്ന് ഈ ഭൂമിയിൽ ഏകദേശം 8 ബില്യണിൽ കൂടുതൽ ജനങ്ങളുണ്ട്. ആദത്തിൻ്റെ കഷ്ണങ്ങളല്ല, ആദത്തിൻ്റെ ബോഡിയുടെ ഭാഗങ്ങളാണ്. ഹല്ലേലൂയ. അതാണ് ഫസ്റ്റ് ക്രിയേഷൻ. എന്നാൽ ക്രിസ്തുവിൽ കാൽവരി ക്രൂശിൽ നാം കാണേണ്ടത്, നാം ആദത്തിൻ്റെ കഷ്ണങ്ങളല്ല, ക്രിസ്തുവിൻ്റെ കഷ്ണങ്ങളാണ്. അതാണ് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ. ഹല്ലേലൂയ. ഒന്നാമത്തെ ക്രിയേഷനിൽ നാം ആദത്തിൻ്റെ ബോഡിയായിരുന്നു, ആ ബോഡി മൾട്ടിപ്ലൈ ചെയ്തതാണ്. എന്നാൽ പുതിയ സൃഷ്ടിപ്പിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ബോഡിയാണ്, ക്രിസ്തുവിൻ്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളെ വിളിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ്. മനസ്സിലായോ? ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഈ ഇരിക്കണ ആരുടെ ബോഡിയാ? ബോഡി ഓഫ് ജെസ്സി അല്ലേ? ബോഡി ഓഫ് കുര്യൻ. കാരണം തല ആരാ?
കുര്യന. തലയാരാ? ജെസിയ. ഇതേപോലെ ട്രൂ ചർച്ചിലുള്ളവരെ വിളിക്കുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ്. കാരണം തലയാരാ? ക്രൈസ്റ്റ്. മനസ്സിലായോ? തലയാരാ? ക്രിസ്തു. അതുകൊണ്ടാ ബൈബിൾ പറയുന്നത് നമ്മുടെ തല ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ സർവസമ്പൂർണതയും ബോഡി രൂപമായി സഭയിൽ വസിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ബോഡി രൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തെന്ന് കേട്ട് ധ്യാനിച്ചാൽ മനസ്സിലാവും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സർവസമ്പൂർണതയും ബോഡി രൂപമായി സഭയിൽ വസിക്കുന്നു. കാരണം നമ്മുടെ തല ക്രിസ്തു. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ബോഡി രൂപമായി ശരീരരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു. കാരണം ക്രിസ്തുവിന്റെ തല ദൈവം. തിരിച്ചറിഞ്ഞാൽ മതി. ഇത് ഈ മർമ്മം വലിയത്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ശരീരമായ ബോഡിയിലെ ദൈവത്തിൻ്റെ ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ അവയവമാണ് ഞാനെന്ന് എന്നെ തന്നെ കാണണം. എങ്ങനെ കാണണം? ദൈവത്തിൻ്റെ ശരീരമായ ക്രിസ്തുവിൻ്റെ അവയവമാണ് ഞാനെന്ന് എന്നെ തന്നെ കാണണം. പിടുത്തം കിട്ടിയാ? ഞാൻ ക്രിസ്തുവിൻ്റെ തലമുറയായിനി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വംശം, പുതിയ സൃഷ്ടിയിൽ, പഴയതിലല്ല പുതിയതിൽ. കാൺമിന് എത്ര വലിയ സ്നേഹം പിതാവ് നമുക്ക് നൽകിയിരിക്കുന്നു. ആർക്ക്? ജഡരൂപികൾക്ക് നൽകിയിരിക്കുന്നു. ആരെന്ന് വിളിക്കപ്പെടാൻ? ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടാൻ. എത്ര വലിയ സ്നേഹമാണല്ലേ. ഹല്ലേലൂയ. തിരിച്ചറിയ, ഇനി പഴയ സൃഷ്ടിയല്ല കാര്യം, പുതിയ സൃഷ്ടിയാ കാര്യം. അതേ നിലനിൽക്കൂ. Dear brothers, so in this regard, what we should know is that there are for all creatures in this world, there is only one creation, but for us there are two creations. So our first creation is our creation in Adam. So how we should look at it is when Adam was created, we were all part of Adam. We were all pieces of Adam's body, and in the future, as the sperms of Adam spread out and created 8 billion people, we are all part of Adam in that sense, that we are all parts of Adam's body. But those of us who are born again, we are also, as it says in Isaiah chapter 53 verse 10, we are also the seed of our Lord Jesus Christ. So we have also become part of our Lord Jesus Christ's body, and that's why we are called the body of Christ. We are all organs of Christ. So there are many people over here, and different bodies are different people because it is the head that controls the body, and any body is part of the head that controls the body, is controlled by the head that controls the body. But if you are part of the true church, that is the body of Christ, everyone who is part of the body of Christ, the head is the Christ, it is our Lord Jesus Christ, and we are controlled by our Lord Jesus Christ. So what the pastor is saying is that Jesus, as he says in Colossians, what the pastor is saying is that Jesus is the body of our Heavenly Father, and it is in Jesus that the fullness of the Heavenly Father rests in bodily form. And we are the body of, that is the church, is the body of our Lord Jesus Christ, and it is in us that the fullness of our Lord Jesus Christ should rest in bodily form. And that means that we are the organ of our Lord Jesus Christ, and we should strive to do according to what our Lord Jesus Christ wants. നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമ്മളെ ദൈവത്തിൻ്റെ കുടുംബമാകാൻ വിളിച്ചതാണ്, മക്കളാക്കാൻ വിളിച്ചതാണ്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. അതുകൊണ്ടാണ് ഫസ്റ്റ് കൊരിന്ത്യർ 3:23 ഇങ്ങനെ പറയുന്നത്, നമ്മൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. എന്തിനാ ഈ 2 സ്റ്റെപ്പ് ഇട്ടെന്നറിയോ? ഹല്ലേലൂയ. ഈ 2 സ്റ്റെപ്പ് ഇട്ടത് നമ്മുടെ തല ക്രിസ്തു,
ക്രിസ്തുവിൻ്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം. ഈ സെറ്റപ്പ് കറക്റ്റായിരിക്കണം, ഈ ഓർഡർ കറക്റ്റ് ചെയ്യണം. ഈ ക്രമം ആരും തെറ്റിക്കരുത്. ഈ ക്രമം തെറ്റിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, പിശാച്. ഈ ക്രമം തെറ്റിച്ചാൽ അവൻ ദൈവമക്കളെ നേടി. ക്രമം തെറ്റരുത്. ക്രിസ്തുവിലൂടെ അല്ലാതെ സ്വർഗീയ പിതാവുമായൊരു കണക്ഷൻ ഇല്ല. പുത്രനില്ലയോ നിനക്ക് പിതാവും ഇല്ല, പുത്രനുണ്ടോ നിനക്ക് പിതാവും ഉണ്ട്. പക്ഷെ പുത്രനുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്ന പലരും ഉണ്ട്, അവർക്ക് പിതാവില്ലാതെയായി തീർന്നു. ആ ഗ്രൂപ്പാണ് മത്തായി 7:21, 22, 23. അവർ പറഞ്ഞു ഞങ്ങൾക്ക് പുത്രനുണ്ട്. പുത്രൻ പറഞ്ഞു പിതാവില്ല, ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പുത്രനുണ്ട് എന്നൊരു വീമ്പടിച്ചിട്ട് കാര്യമില്ല. ആ പുത്രൻ നിനക്കും കൂടി ഉണ്ടാകണം. പുത്രൻ നിന്നെ ഏറ്റു പറയണം. ഹല്ലേലൂയ. അതുകൊണ്ട് പുത്രനിലൂടെ പിതാവിനെ അറിയുക. നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. അതുകൊണ്ടാണ് 1 Corinthians 3:21 പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തുവോ ദൈവത്തിനുള്ളവൻ. ദൈവത്തിൻ്റെ ശരീരം ക്രിസ്തു, ക്രിസ്തുവിൻ്റെ ശരീരം നമ്മൾ, സഭ, എല്ലാം കൂടെ ഒന്ന്. ഈ ഒരു തിരിച്ചറിവ് വേണം. ഇതാണ് സ്വർഗീയ കുടുംബം. Dear brothers, in this regard, 1 Corinthians chapter 3 verse 23 says, and you are Christ and Christ is God's. So remember, why is this two-step required, where we are Christ and Christ is God? Because remember that this two-step is important. This is exactly what is said by Paul in other place, where says Christ is the head of man and God is the head of Christ. And we should always remember this order, and through this order we should approach God, because the ones who are trying to break this order, that is Satan, because by breaking this order he can cut off our connection with God. So remember that everyone who has Christ has the Father, and everyone who has Father has the Christ. So there are many people who say there are many people in this world who say that they have Christ, but they don't really have Christ, and they will be left away, as we see in Matthew chapter 7 verse 21 to 23. And the reason for that being because even though they think they have Christ, Christ does not acknowledge them, and as in Christ does not have them, and we should be careful that we have Christ and Christ has as well. ശ്രദ്ധിക്കുക പ്രിയ സഹോദരങ്ങളെ, കൊളോസ്യലേഖനം 2:9 1 Corinthians 12:27 കൂടി ചേർന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യം. കൊളോസ്യലേഖനം 2:9, അതിനുശേഷം 1 Corinthians 12:27. രണ്ടും ഒരുമിച്ച് വായിച്ചാൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്നതേ ഉള്ളൂ. അതിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ശരീരമാണ് ക്രിസ്തു. ഇതെന്താ ഈ പറഞ്ഞ അർത്ഥം? ദൈവത്തിന് വേറെ ബോഡി ഇല്ലാഞ്ഞിട്ടാ? അയ്യോ, അതല്ല. ഇറ്റ്സ് എ പിക്ചർ ലാംഗ്വേജ്. തമിഴ് ലാംഗ്വേജ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, മലയാളം ലാംഗ്വേജ് ഉണ്ട്, അല്ലേ? അതൊക്കെ വോയിസ് ലാംഗ്വേജാണ്. ഇതെന്ന് പറയുന്നത് പിക്ചർ ലാംഗ്വേജാണ്. ഇത് കണ്ടോ, ഈ ചിത്രം കണ്ടോ? ഇതൊരു പിക്ചർ ലാംഗ്വേജാണ്. ഇതേപോലെ ഒരു പിക്ചർ ലാംഗ്വേജാണ്. ദൈവത്തിൻ്റെ ശരീരമായി ക്രിസ്തു നിലകൊള്ളുന്നു. അതാണ് കൊളോസ്യൻ 2:9. ഇനി 1 Corinthians 12:27 പറയുന്നു, ആ ശരീരത്തിലെ അവയവമായി ഞാനും നിങ്ങൾ നിലകൊള്ളുന്നു. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശരീരമായി ക്രിസ്തു നിൽക്കുന്നു. ആ ശരീരത്തിലെ അവയവങ്ങളായി പുതിയ സൃഷ്ടിയിൽ ഞാനും നിങ്ങൾ നിലകൊള്ളുന്നു. എല്ലാം കൂടി ഒന്ന്, ഒറ്റ ബോഡി. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യഹൂദന്മാരെയും യഹൂദന്മാരെയും തന്നിൽ ഒരൊറ്റ ശരീരമായി, ഒരു ബോഡിയായി പുതിയതായി സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം. 2:9 വായിച്ചേ. ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ബോഡി രൂപത്തിൽ, തലരൂപത്തിലല്ല, ബോഡി രൂപത്തിൽ വസിക്കുന്നത്. ഇനി 12:27 വായിച്ച 1 Corinthians 12:27. ആ ദേഹത്തിൽ നമ്മളാരാ? എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. മനസ്സിലായോ? നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും. ആ ദേഹത്തിലെ അവയവങ്ങളായിരിക്കണം ഓരോ നിങ്ങളും. ഇത് നിങ്ങൾ തിരിച്ചറിയാൻ നോക്ക്. ഇതാണ് നിങ്ങളുടെ ഭാവി.
ഇത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അതിനു വേണ്ടി മുറുകെ പിടിക്കേ. അതിനെ ലൈറ്റ് ആയിട്ട് എടുക്കുകയും പിൻപിലുള്ളതിനെ വലുതായിട്ട് എടുക്കുകയും ചെയ്തിട്ട് എന്താ കാര്യം? പിൻപിലുള്ളതിനെ മറന്നിട്ട് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവം നമുക്കൊരുക്കിയ ആ സൺഷിപ്പ് ലഭ്യമാകാൻ ഓട്, ആ പൗരത്വം ലഭ്യമാകാൻ ഓട്, പൗരത്വം ഉറപ്പിക്കാൻ വേണ്ടി ഓട്. ഹല്ലേലൂയ. അനാവശ്യ കാര്യങ്ങളിൽ എനർജി കളയല്ലേ, ആവശ്യമുള്ളതിലേക്ക് എനർജി ഉപയോഗിക്കുക. Dear brothers, in this regard, let us read two verses, that is Colossians chapter 2 verse 9 and 1 Corinthians chapter 12 verse 27. Here we, if we do this, we will be able to get the complete picture. In Colossians chapter 2 verse 9, it says, "For in him," that is our Lord Jesus, "for in him dwells all the fullness of the Godhead bodily." So here in Jesus dwells all the fullness of the Godhead bodily. This does not mean that Father does not have a body of his own, but what it shows is that it is showing us a picture of how we should be acting in this world. And this picture will become more clear when we see 1 Corinthians chapter 12 verse 27. So here we can see Jesus is pictured as the body of God the Father, and in 1 Corinthians chapter 12 verse 27, we are all pictured as part of Jesus' body, as organs in Jesus' body. And this again, 1 Corinthians chapter 12 verse 27. "Now you are the body of Christ and members individually." That is, we are individually members of the that is organs of our Lord Jesus Christ. And this is again what God says in what is written in Colossians, that God brought together the Gentiles and the Jews into one flesh, into one body, that is the body of our Lord Jesus Christ. And remember that being the organs of our Lord Jesus Christ, that should be our vision, that should be our target for which we should strive forwards. We should not give importance to what is behind and press on for what is in the future. And the future that we have is to be the organs of our Lord Jesus Christ. പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം കൂടി ഇതാ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്നൊരു വചനമാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവയ്ക്കുക. പിതാവിനെയും ക്രിസ്തുവിനെയും നമ്മളെയും എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ ബോഡിയാക്കി കൊണ്ടുവന്നേക്കുക. ഹല്ലേലൂയ. നിങ്ങൾ ഇനി കാണേണ്ടത് ഈ കാഴ്ചയാണ്. മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് കാണണം ഈ ഒരു കാഴ്ച. ഹല്ലേലൂയ. ഞാനും സ്വർഗസ്ഥ പിതാവും കൂടി ഒന്നാണ്. എങ്ങനെ? ക്രിസ്തുവിലൂടെ. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്തു പറയുന്നത്, ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ. അറിവില്ലാത്തവർ ഉടനെ കട്ട് ചെയ്തിട്ട് പറയും യേശുവാണ് പിതാവെന്ന്. താഴേക്ക് വായിക്കേ, ഒന്നായിരിക്കുന്ന പോലെ നിങ്ങളും ഞങ്ങളിൽ ഒന്നാകണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ബൈബിളിലെ സന്ദേശം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ഗുണം കിട്ടാനാ? നമ്മളെ തന്നെ നശിപ്പിക്കുകയല്ലേ. ഹല്ലേലൂയ. നമുക്ക് ദൈവം ഒരുക്കിയ ഭാവി സൂക്ഷിക്കുക. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ വീട്ടിൽ ചെന്ന് നന്നായിട്ട് വായിക്കണം കേട്ടോ. 4:3 മുതൽ നമ്മൾ ആത്മാവിൽ നമ്മളെല്ലാം കൂടി ഒന്നാ, ഒരൊറ്റ സ്പിരിറ്റ് ബോഡിയാ. വായിക്കേ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്. ശരീരം എത്ര? ഒറ്റ ശരീരമേ ഉള്ളൂ, സിംഗിൾ ബോഡി. അതുകൊണ്ട് ഒരു ശരീരമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. ഒറ്റ ശരീരമേ ഉള്ളൂ. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും. എല്ലാവർക്കും മുകളിലിരിക്കുന്നവൻ, നമുക്കും ക്രിസ്തയേശുവിനും സകലത്തിനും മുകളിൽ ഇരിക്കുന്നവൻ, സകലരിലും പ്രവർത്തിക്കുന്നവൻ, സകലരിലും വ്യാപരിക്കുന്നവൻ. താഴേക്ക്. എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഈ ദൈവത്തിൻ്റെ മുകളിൽ വേറൊരു ദൈവമില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ മുകളിൽ വേറൊരു ദൈവമില്ല. ബാക്കി എല്ലാ ദൈവങ്ങളുടെ മുകളിലും ദൈവമുണ്ട്. ഇതുകൊണ്ടാണ് യഹോവയായ ദൈവത്തെ ഇങ്ങനെ വിളിക്കുന്നത്, ദൈവങ്ങളുടെ മുകളിലുള്ള ദൈവം. ഇതാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നിങ്ങളുടെ ദൈവമായ യഹോവ ദൈവാദി ദൈവവും ദൈവങ്ങൾക്ക് മുകളിലുള്ള ദൈവമാ. ഹല്ലേലൂയ. എന്നാൽ ആ ദൈവത്തിൻ്റെ മുകളിൽ വേറൊരു ദൈവം ഇല്ല. ഇതുകൊണ്ട് യഹോവ പറയുന്നത്, യെശയ്യാ 43:10-11 വാക്യത്തിൽ പറയുന്നത്, ഞാനല്ലാതെ വേറൊരു രക്ഷകനില്ല, എനിക്ക് മുമ്പേ ഒരു ദൈവവുമില്ല,
എനിക്ക് ശേഷം ഒരു ദൈവം ഉണ്ടാകത്തുമില്ല, ഞാനാണ് നിങ്ങളുടെ രക്ഷകൻ. അപ്പോൾ ഇത് കണ്ടിട്ട് ഉടനെ തന്നെ അപ്പോൾ പുതിയ ഉടമ്പടിയിൽ യേശുവല്ലേ രക്ഷകൻ, യേശുവാണ് യഹോവ. ഉടനെ അങ്ങനെയല്ല, ശ്രദ്ധിച്ച് കേൾക്കുക. രക്ഷകനായ ദൈവം യഹോവ തൻ്റെ പുത്രൻ മുഖാന്തരം രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് അയച്ചു. ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദൈവം മുഖാന്തരമായ ക്രിസ്തുവെ ഉപയോഗിച്ച് നമ്മളെ രക്ഷിക്കുന്നു. ഇതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് സ്വർഗസ്ഥ പിതാവ് കാരണഭൂതനും യേശു ക്രിസ്തു മുഖാന്തരവുമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കാര്യം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ സംസാരിച്ചപ്പോൾ എന്തോ കാര്യം പറഞ്ഞപ്പോൾ ഇതാ മക്കളിൽ ആരോ പറഞ്ഞു അത് മമ്മി മേടിച്ചു തന്നാ. പെട്ടെന്ന് ഏതോ ഒരു സാധനം അന്ന് ഞാനിത് മേടിച്ച് തന്നില്ലേന്ന് ചോദിച്ചപ്പോൾ എന്തോ അത് മമ്മി മേടിച്ചു തന്നാ, അങ്ങനെ എന്തോ പറഞ്ഞു. ഉടനെ ഞാൻ തിരിച്ചു ചോദിച്ചു, മോനെ മമ്മി മേടിക്കണമെങ്കിൽ മമ്മിക്ക് എവിടെ നിന്നാ പൈസ? പപ്പ കൊടുത്തിട്ടല്ലേ അല്ലേ? നിൻ്റെ ചിന്തയിൽ, അല്ലെങ്കിൽ മോളെ നിൻ്റെ ചിന്തയിൽ, ആ ചെറിയ ചിന്തയിൽ മമ്മിയാണ് വാങ്ങിച്ചേ. പക്ഷേ പപ്പ മമ്മി മുഖാന്തരം വാങ്ങിച്ചതല്ലേ, ശരിയല്ലേ? പക്ഷേ ഇത് ഈ വാദിക്കാൻ നിൽക്കണ എന്തിനാ? മമ്മിയാ തന്നേ, മമ്മിയാ വാങ്ങിച്ചതെന്ന്. ക്രിസ്തുവാ ചെയ്തേന്ന് അല്ലേ? സ്വർഗസ്ഥ പിതാവ് ക്രിസ്തു മുഖാന്തരം നമ്മളെ രക്ഷിച്ചു. സ്വർഗസ്ഥ പിതാ കാരണഭൂതനും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. വളരെ വ്യക്തതയോടെ 1 കൊരിന്ത്യർ 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. ഇതൊന്ന് പഠിച്ചാൽ ഈ തർക്കങ്ങളൊക്കെ അവസാനിക്കും. ഹല്ലേലൂയ. Dear brothers, let us look at a verse which summarizes this entire thing that we looked together. This is Ephesians chapter 3 verse 3 onwards. So here we can see that the entire thing is summarized together. And let me read it. Endeavoring to keep the unity of the Spirit in the bond of peace. So through the Spirit we should keep unity. There is one body and one Spirit, just as you are called in one hope of your calling, one Lord, one faith, one baptism, one God and Father of all, who is above all and through all and in you all. So you can see that this is one God and Father of all, who is above all and through all and in you all. So you can see that this God the Father is above everyone else. There are many who are called gods, but God the Father is the one God above whom there is no other God. And this is why God the Father, that is Jehovah God, is called that I am Jehovah, the God of gods. So your God Jehovah is the God of gods, as it says in Deuteronomy 17. So you can see that this Jehovah alone is called as the God of gods because there is no God above him. And we should be careful to understand this correctly and not cut the verses at halfway, like many who do when they read book of John. They say that just as Jesus says to God the Father, just as I and you are one. They cut it off at that point. They don't read the verse continuing to that, which is that just as I and you are one, let them also be one with us, one in us. So you can see that we should be careful not to cut the verses at the midway. It would not benefit us if we cut the verses in the midway. And here we can see that God the Father, Jehovah God, is called the God of gods. And in Isaiah, that is also why in Isaiah chapter 42, God says that before me there was no God, and nor shall there be one after me. And even I am the Lord, and beside me there is no Savior. So there are people who take this verse and say that Jehovah God is saying in Isaiah chapter 43 verse 10 and 11 that he alone is God and there is no Savior beside him. And there are people who say that in New Testament we see that Jesus is the Savior, so Jehovah and Jesus are one and the same. So that's a wrong way of looking at it, because people don't understand that Jesus is the means and Jehovah God, that is God the Father, is the cause of our salvation. Jehovah God the Father is the cause of our salvation, and Jesus is the means of our salvation. So recently pastor was bantering with his children, and in some cases his children said to him, pastor said to his children, didn't I buy you that what you wanted? And his children, oh, you didn't buy me that, that's my mother bought me that. And pastor told him that
that where did your mother get the money to buy that? So remember, dear brothers, we should also know the difference between cause and means, how God is acting through Jesus as means to save us. And it is by understanding this that our confusions will be removed. കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് അതിൻ്റെ സംശയം ഉണ്ടെങ്കിൽ സംശയം എന്നേക്കുമാക്കി നിങ്ങൾക്ക് തീർത്ത് തരട്ടെ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ശീമോൻ എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശീമോനും ആത്മനിയോഗത്തെ ദേവാലയത്തിലേക്ക് വന്നു. എന്നിട്ട് കുഞ്ഞിനെ കയ്യിലെടുത്തു. പറഞ്ഞ വാക്യം ഇതാണ്. ആ വാക്യമാണ് ലുക്ക് 2:29, 30, 31, 32. ഇത് പറഞ്ഞു കേട്ടപ്പോൾ മാതാപിതാക്കന്മാർ അതിശയിച്ചു പോയി. എന്താ പറയുന്നറിയാമോ? ഇപ്പോൾ നാഥ സമാധാനത്തോടെ എന്നെ വിട്ടയക്കണമേ, സർവജാതികൾക്കുമായി നീ യഹോവയായ നീ ഒരുക്കിയ രക്ഷയെ എൻ്റെ കയ്യിലിരിക്കുക. എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. മനസ്സിലായോ? നീ ഒരുക്കിയ, യഹോവ ഒരുക്കിയ രക്ഷയാണ് ക്രിസ്തു. യഹോവ രക്ഷിക്കുന്നു ആരിലൂടെ? ക്രിസ്തുവിലൂടെ. സിമ്പിളാ. ഹല്ലേലൂയ. ഈ കലക്കൊന്നും വേണ്ട, സിമ്പിളാ. ആ വചനം ഒന്ന് വായിച്ച്. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണു കണ്ടുവല്ലോ. അപ്പൊ നിന്റെ രക്ഷയാണ് ആര്? ഈ ക്രിസ്തു. മനസ്സിലായ? നീ ഒരുക്കിയ നിന്റെ രക്ഷയാണ് ഈ ക്രിസ്തു. ഹല്ലേലൂയ. അല്ലാതെ ക്രിസ്തുവിനെ കൊണ്ട് യഹോവയാക്കുകയല്ല വേണ്ടത്. യഹോവ എന്ന് പറയുന്നത് താൻ മാത്രം അമർത്യതയുള്ള ധന്യനായ ഏകാധിപതി, ആരോടും ചോദിക്കാതെ സ്വയമേ പ്രവർത്തിക്കുന്ന അത്യുന്നതനായ ദൈവം. യേശു ക്രിസ്തു ആ അപ്പൻ്റെ മകനാണ്. ആ മകൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാം അപ്പനിൽ ആശ്രയിച്ച് ചെയ്യുന്നു. ഇതാണ് യേശു പറയുന്നത്, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളും അതുപോലെ തന്നെ സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാ യേശു പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്വയമേ എന്നെ പിരിഞ്ഞ് സ്വയമേ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. പക്ഷെ നമ്മുടെ അപ്പൻ അങ്ങനെയല്ല, എല്ലാം സ്വയമേ ചെയ്യുന്ന ആളാണ്. ധന്യനായ ഏകാധിപതിയാണ്. ഞാൻ എൻ്റെ ഇഷ്ടമൊക്കെയും ചെയ്യും, ഞാൻ എൻ്റെ ആഗ്രഹമൊക്കെയും നിവർത്തിക്കും. ഇതാ ദൈവം പറയുന്നത്. ഞാൻ സർവ്വജഡത്തിൻ്റെയും ദൈവമായ യഹോവയല്ലയോ, എന്നാൽ കഴിയാത്ത വല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. തിരിച്ചറിയുക, മനസ്സിലാക്കുക. ഈ പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഏത് പിക്ചർ? യേശു ക്രിസ്തു നമ്മുടെ തലയാണ്. അപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ തലയാണ് സ്വർഗസ്ഥ പിതാവ്. ആ ഒരു രൂപം, ഇതാണ് ദൈവരാജ്യത്തിൻ്റെ ഭരണ ബോഡി. മോദിയുടെ ഭരണ ബോഡി പോലെ ദൈവരാജ്യത്തിൻ്റെ ഭരണ ബോഡിയാണ്. ഈ ബോഡി വേണം സർവ്വപ്രപഞ്ചത്തെയും വാഴാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾ, ഇത് നമ്മളുടെ മനസ്സിലുണ്ടാകണം. അതിലേക്ക് നമ്മളെ വിളിക്കുക. അതിൻ്റെ പേരാ ദൈവരാജ്യം. ഹല്ലേലൂയ. ഇതായിരുന്നു യേശുവിൻ്റെ ഉപദേശം. മനസ്സിലായോ? ഈ ഉപദേശം തന്നെയായിരുന്നു അപ്പോസ്തലന്മാരുടെ ഉപദേശം. അതാണ് യേശു ക്രിസ്തു അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഘോഷിപ്പീൻ. ഇന്നാളുകൾ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും യേശുവിൻ്റെ വാക്കുകൾ മാറിപ്പോകുന്നില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും നാളെയും മാറാത്തവൻ. സുവിശേഷം പല സുവിശേഷങ്ങളില്ല, ഒറ്റ സുവിശേഷമേ ഉള്ളൂ. അതാണ് യേശു ക്രിസ്തു പ്രസംഗിച്ചത്. Dear brothers, if any of you are still confused, let's read a few more verses to clarify that. This is Luke chapter 2, verse 29 onwards. So the context of this is that Jesus is a baby, and Joseph and Mary, he's taking Jesus to the temple in Jerusalem. And in the temple in Jerusalem, there was an old man, very old man named Simeon. And Simeon had been promised by God that he will not die before he sees the Christ that is God's Christ.
and this Simeon is finally having Jesus in his arms. And Simeon is saying this here, he took him up in his arms and blessed God and said, Lord, now you are letting your servant depart in peace. So Simeon is calling that is Jehovah God over here. Simeon is saying to Jehovah God, Lord, now you are letting your servant depart in peace according to your word. For my eyes have seen your salvation, that is Jehovah's salvation, which you have prepared before the face of all the peoples, a light to bring the revelation to the Gentiles and the glory of your people Israel. So Simeon here is calling Jesus as Jehovah's salvation that he has brought into this world for not just Israel but for the entire Gentiles. So remember, dear brothers, we should always have this picture in our mind with Jesus as our head and God the Father as Jesus as head. Only by having this picture correctly will we be able to function correctly, and this is important to always keep in mind. ശ്രദ്ധിച്ചാട്ടെ, ഇനി നമ്മളുടെ സബ്ജക്റ്റ് അവതരിപ്പിക്കാനുള്ള സമയം നമുക്കിവിടെ ഇല്ല എങ്കിലും ആ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ എന്ത് കാണുന്നുവോ, ഇത്ര നേരം കാണുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്, എന്ത് കാണുന്നുവോ അതാണ് അവകാശമാക്കുക. അല്ല, യേശുക്രിസ്തു നമുക്ക് വന്ന് കാണിച്ചു തന്നത് ഈ സന്ദേശമാണ്. ആ സന്ദേശത്തിന് ബൈബിളിട്ടിരിക്കുന്ന പേരാണ് നിധി. ഹല്ലേലൂയ. പക്ഷേ അപ്പോൾ നമ്മൾ കാണുന്നതേ അവകാശമാക്കൂ. അപ്പോൾ പിശാചിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കും? നമ്മൾ കാണുന്നതാണ് അവകാശമാക്കുന്നത്. അപ്പോൾ പിശാചിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കും? നമ്മളെ അത് കാണിക്കാതിരിക്കുക. അതല്ലേ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ് ഈ സംഭവം. മത്തായി 13:44 പറയുകയാണ്, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യം എന്ന സുവിശേഷം നിധിയാണ്, പക്ഷേ അത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറകെ നിൽക്കുന്നത് പിശാചാണ്. ഹല്ലേലൂയ. അതാണ് 2 Corinthians 4:4 പറയുന്നത്, ദൈവപ്രതിമയായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം യേശു 3.5 വർഷം പ്രസംഗിച്ചത് ശോഭിക്കാതിരിപ്പാൻ, അറിയാതിരിപ്പാൻ, മനുഷ്യർ കാണാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി മറച്ചു കളഞ്ഞു. അതുകൊണ്ട് ജനം അത് തിരിച്ചറിയുന്നില്ല, അതിലേക്ക് നോക്കുന്നില്ല. അതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. കാരണം പിശാച് മറച്ചു വെച്ചിരിക്കുക. ഈ 2 വചനം വായിച്ച് 13:44, 2 Corinthians 4:4. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം. അത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുക, നിധിയോട് സദൃശ്യം. എന്താ ഈ സ്വർഗരാജ്യം? ദൈവ കുടുംബത്തിലെ നമ്മുടെ പൗരത്വമാണ്, തുടർന്ന് ആ കുടുംബത്തിലുള്ള ഭരണമാണ്. ഹല്ലേലൂയ. അത് വയലിൽ ഒളിച്ചു വെച്ചിരിക്കുക. പിശാച് നമ്മളത് കാണാതെ മറച്ചു വെച്ചിരിക്കുക. അത് നിധിയാ, അത് നിധിയോട് സദൃശ്യം. ഇതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. എന്നാൽ 4:4 എന്നാ പറയുന്നത്? 2 Corinthians 4:4, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം, ആ ക്രിസ്തു പറഞ്ഞ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ, ആളുകൾ അറിയാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി, മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി അവരെ അവിശ്വാസികളാക്കി നിർത്തിയിരിക്കുക. കാരണം ഇത് അറിഞ്ഞ് കേട്ടാലല്ലേ വിശ്വസിക്കൂ. ആരെങ്കിലും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? ഇതാള് പ്രസംഗിക്കാനില്ല, ഇത് പ്രസംഗിക്കാൻ ആള് ഇല്ല. യേശു അപ്പോസ്തലന്മാരും പ്രസംഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ കൊടിയ ചെന്നായ്ക്കൾ വന്നു, ശിഷ്യന്മാർ വിപരീത ഉപദേശം പറഞ്ഞ് തങ്ങളുടെ പിന്നാലെ വിളിച്ചുകൊണ്ടുപോയി. അത് നടന്നു. ഇന്ന് അത് പ്രസംഗിക്കാൻ ആളില്ല, മനുഷ്യരെ കുരുടന്മാരാക്കിയിരിക്കുന്നു. പിടുത്തം കിട്ടിയ ഇനി ഇത് തന്നെയാണ്, ഈ ഉപദേശം തന്നെയാണ് അപ്പോസ്തലന്മാരും പ്രസംഗിച്ചത്, അവരോട് പ്രസംഗിക്കാൻ കൽപ്പിച്ചത്. ഇതാണ് അപ്പോസ്തോലിക ഉപദേശം. പിടുത്തം കിട്ടിയ ആ പ്രസംഗം പറയുമ്പോൾ അവർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അതിൻ്റെ ഉള്ളിൽ പറയും. കാരണം ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ ആ കുടുംബത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു വഴിയും ഇല്ല. എന്നാൽ ആളുകൾ ഇന്ന് പിശാചുരെ മയക്കിയത് ക്രിസ്തുവിനെ മാത്രം അങ്ങ് പറഞ്ഞാൽ മതി, എന്നിട്ട് അതിൻ്റെ പേരിട്ട് കൃപയുടെ സുവിശേഷം. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ദൈവരാജ്യ സുവിശേഷമാണ് കൃപയുടെ സുവിശേഷം. മനസ്സിലായോ? അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 20:25 ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം സുവിശേഷം അറിയിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മോളി പറയാണ്, അതാണ് കൃപയുടെ സുവിശേഷം. ഹല്ലേലൂയ. ദൈവരാജ്യ സുവിശേഷമാണ് കൃപയുടെ സുവിശേഷം. അതിൻ്റെ അർത്ഥം നമുക്ക് സ്വയമേ പറ്റാത്ത കാര്യം ദൈവം സാധിച്ചു തരുന്നതാണ് കൃപ.
ഈ ഒരു സംഭവം തിരിച്ചറിയുക. സുവിശേഷം പലതില്ല, ഒറ്റ സുവിശേഷമുള്ളൂ. അതാണ് യേശു പ്രസംഗിച്ച് അതിൻ്റെ പല സൈഡുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ചിലപ്പോൾ കടുകുമണി എന്ന് പറയും, ചിലപ്പോൾ അത് നിധി എന്ന് പറയും, ചിലപ്പോൾ പുളിപ്പെന്ന് പറയും. അപ്പം നിങ്ങൾക്ക് പുളിപ്പിൻ്റെ സുവിശേഷം, അവന് കടുകുമണിയുടെ സുവിശേഷം, ഞങ്ങൾക്ക് നിധിയുടെ സുവിശേഷം. എങ്ങനെയല്ല, എല്ലാം ഒന്ന് തന്നെയാണ്, വിവിധ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. So, dear brothers, let's come back to the topic, although we don't have much time. So, the topic here is, for today's talk is, what we see as believers that we will inherit. And so, remember what we just spoke, what God wants us to see, that Bible calls it treasure. But so if we have a treasure that we can see and by seeing inherit, what do you think will Satan do to oppose that? Naturally what Satan will do is go and hide this treasure so that we won't see it, because if we see it, we will be able to inherit it. And this is what we see in Matthew chapter 13 verse 44, where it says, again the kingdom of heaven is like treasure hidden in a field. So you can see that we know, if we know what we should aim for, what we should target for, and if we know what we should believe, then God will make sure that we will inherit what we see and what we believe. But Satan is doing all he can to make sure that we do not know that, so that he can prevent us from inheriting that. And here we see this in Matthew chapter 13 verse 44, where the kingdom of heaven is called the treasure hidden in a field. We see this again in 2 Corinthians chapter 4 verse 4. Here we see what Satan is doing. Whose minds the God of this age has blinded, who do not believe, lest the light of gospel of the glory of Christ, who is in the image of God, should shine on them. So here it says that here Satan is called the God of this age. So Satan has blinded the mind so that they will not believe, they do not believe, and by believing they will not have the light of, so that if they believe they will have the light of the gospel of the glory of Christ. In order to prevent that, Satan is blinded their mind so that they will not believe. And so, dear brothers, we should always keep this in mind, and this is the true gospel, and we should always keep this in mind. ശ്രദ്ധിച്ചാട്ടെ, ഇതാ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തായിരുന്നു എന്നറിയാനും, ഇനി ആർക്കെങ്കിലും കൃപയുടെ സുവിശേഷം വേറെ, ദൈവരാജ സുവിശേഷം വേറെ എന്ന് ചിന്തിക്കുന്നവർക്കും വേണ്ടി ഒരുമിച്ച് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20:25 ശബ്ദമുയർത്തി വായിച്ച്. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്തായിരുന്നു? അവരെങ്ങനെയാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ച്? നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം അറിയിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളിനി കാണുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? യേശു പ്രസംഗിച്ചതും യേശു കൽപ്പിച്ചതും തന്നെയാണ് അവരോട്. ആരോട് പറഞ്ഞത്? ഇതാരോടാണെന്നറിയാമോ പറയുന്നത്? ജാതികളോടാണ്. ജാതികൾ യഹൂദന്മാരല്ല. എഫേസസ് സഭയിലെ ജാതീയ സഭയിലെ മൂപ്പന്മാരോടാണ് പറയുന്നത്. ഇന്ന് പലരും പറയുന്നത് അത് യഹൂദന്മാർക്കുള്ളതാണ്, ഞങ്ങൾക്കുള്ളതല്ലെന്ന്. ജാതികളോട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗം അറിയിച്ചുകൊണ്ട് നടന്നവനായ എൻ്റെ മുഖം നിങ്ങളിനി കാണത്തില്ലെന്ന്. അതിൻ്റെ തൊട്ട് മുകളിലത്തെ വചനത്തിൽ പറയുക, ഇതിൻ്റെ പേരാണ് കൃപയുടെ സുവിശേഷം. അതിൻ്റെ തൊട്ട് മുകളിൽ 24-ാം വാക്യം ശ്രദ്ധിച്ചേ. എന്താ 24-ാം വാക്യം വായിച്ചേ? എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന്. സുവിശേഷം മനസ്സിലായോ? ദൈവകൃപയുടെ സുവിശേഷം, അതാണ് ദൈവരാജ്യ സുവിശേഷം. മനസ്സിലായോ? നമ്മൾ എന്തിനാ ഇതിനൊക്കെ വെട്ടിമുറിച്ച് നമുക്ക് തരുന്നതെന്നറിയാമോ? പിശാച് അവൻ വരുന്നത് തന്നെ ഡിവൈഡ് ചെയ്യാനാ, അവൻ അറക്കാനാ വരുന്നത്, അവൻ മുടിക്കാനാ വരുന്നത്. ഇതും പറഞ്ഞ് ജനം അടിച്ചോണ്ടിരിക്കും. ദൈവം ഇഷ്ടം എന്നുള്ള വാക്ക് അവരുടെ വായിൽ മിണ്ടില്ല. ദൈവപുത്രന്മാരായി വെളിപ്പെടുന്നത് അവർ പറയില്ല. നമ്മൾ നശിച്ചു പോകും. ഹല്ലേലൂയ. അവിടെ നമ്മൾ പലതും പറഞ്ഞു ചെല്ലും. കർത്താവിന് വേണ്ടത് ഇതൊന്നുമല്ല. എന്നെ കർത്താവ് എന്ന് പറഞ്ഞൊന്നുമല്ല. നീ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തോ, നീ ദൈവപുത്രനായിട്ട് വളങ്ങിയോ. ഹല്ലേലൂയ. നീ ആത്മാവ് നയിക്കപ്പെടുന്നുണ്ടോ? ഇന്ന് നീ ആത്മാവിൽ നിന്ന് എന്താ കേട്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്നാ പറയും? ദൈവവചനം പറയുന്നു, ആത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അല്ലാണ്ട് ബൈബിളിൽ എന്തെങ്കിലും അതിനോടത്ത് കസർത്ത് നടത്തുന്നവരല്ല. ഈ ബൈബിൾ എഴുതിയ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ടോ? എല്ലാ മക്കളോടും ചോദിക്കുക, സംസാരിക്കുന്നുണ്ടോ? ദൈവവചനം പറയുന്നു, ആത്മാവ് നയിക്കപ്പെടുന്നവരാ ദൈവത്തിന്റെ മക്കൾ. ഇതല്ലാതെ ബൈബിളിലെ വചനം എടുത്ത് കുറച്ച് കസർത്ത് നടത്തിയിട്ട് ഒരു കാര്യമില്ല. എൻ്റെ പൊന്നു മക്കളെ, അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു.
Dear brothers, so in this regard, we should have the complete picture in our mind. Don't allow people to divide this picture and make it into different pieces of gospel, because the apostles, when they preached the gospel of God, they preached the gospel of the kingdom of God. They preached the entire gospel. As part of this gospel, they did preach about the crucifixion of our Lord Jesus Christ, because that is the very crucial, most important part of it, through which we become the children of God. But when they preached the entire gospel of the kingdom of God, and preached the crucifixion of our Lord Jesus Christ as a part of that gospel. But what we see in many places is that they cut out just this part and call this the gospel of grace. That is not true. There isn't a separate gospel of grace. There is the gospel of grace as part of the overall kingdom, overall gospel of God. There isn't a separate gospel of grace in and of itself. So there are many aspects of the gospel. Bible calls it yeast. Bible calls it seed. Bible calls it treasure. But all of these are many aspects of the one single gospel of the kingdom of God. And we see that. Let us look at that in Acts chapter 20, verse 25. This is Paul speaking to the elders of the church in Ephesus. And indeed, now that you all among whom I have gone preaching the kingdom of God will see my face no more. So here we can see that Saint Paul is giving a farewell to the elders of the church of Ephesus. And it is important to note that, because it is not to the church of Jews, not to the church in Jerusalem, but to the church of Ephesus, that is to the Gentiles, that Paul is giving a farewell, and he says that I have preached the gospel of the kingdom of God to you all. And again in one verse above this, verse 24, we see that it is this very same gospel of the kingdom of God that Paul calls the gospel of grace. But none of these things move me, nor do I count my life dear to myself, so that I may finish my race with joy, and the ministry which I received from Lord Jesus to testify to the gospel of the grace of God. So you can see that there isn't a separate gospel of grace which is like removed from the rest of the gospel, which focuses only on the crucifixion of our Lord Jesus Christ. You should not preach it like that. The entire gospel should be preached together, and this entire gospel is known as the gospel of grace and the gospel of kingdom of God. And remember, brothers, Bible says that as children of God, we should be led by the Spirit, and only by being led by the Spirit that we will be able to manifest God's will in this world, reveal God's will in this world, and we should focus on that and not be led by the word, but be led by the Spirit. പ്രിയ സഹോദരങ്ങളെ, സമയത്തിൻ്റെ കുറവ് മൂലം അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ കീ വേർഡ് ഓർക്കുക. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇതാ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000-ഓളം പേര് സ്നാനപ്പെട്ടു. എന്നിട്ട് പറയാണ്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്വീകരിച്ചും കേട്ടും കൂട്ടായ്മ ആചരിച്ചും പോന്നു. ഇല്ലേ? ആ പത്രോസിന്റെ പ്രസംഗത്തിന്റെ കൺക്ലൂഷൻ എന്നാണെന്നറിയാമോ? ഇതാ 2 പത്രോസ് അതിന്റെ 1-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ പറയുന്നു, മക്കളെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കാം. മനസ്സിലായോ? ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ ഉപദേശം. ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാകണം. പിടുത്തം കിട്ടിയ? ഇതാണ് അപ്പോസ്തോലിക ഉപദേശം. അതിന്റെ കൺക്ലൂഷൻ ഒന്ന് വായിച്ചേ, 10-11. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. മനസ്സിലായോ? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ്, അതിലേക്കാണ് നിങ്ങളെ വിളിച്ചേക്കണേ. അതിൽ നിങ്ങൾ തെരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ തള്ളിപ്പോവും. അത് ഉറപ്പാക്കിക്കൊള്ളണം. എങ്ങോട്ടേക്ക്? താഴേക്ക്. ഇങ്ങനെ ചെയ്താൽ, അതിന്റെ മുകളിൽ കുറെ പ്രോസസ്സ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. മനസ്സിലായി? ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇനി ഈ വകക്കാർക്ക് ഇത് കിട്ടിയാൽ ഉടനെ പറയും, കണ്ട യേശുക്രിസ്തുവിന്റെ രാജ്യമാട്ടാ, യേശുക്രിസ്തുവിന്റെ രാജ്യമാട്ടാ. അപ്പോൾ ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതല്ല, അത് യേശുവിൻ്റെയാ. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ ഞാൻ എത്രത്തോളം സഹിക്കും? മനസ്സിലാക്കുക, ദൈവരാജ്യത്തിന് 3 ലെവലുകളുണ്ട്. ഹല്ലേലൂയ! എല്ലാം പിതാവിൻ്റെ രാജ്യമാണ്. ഇതാണ് യേശു പറയുന്നത്, എൻ്റെ പിതാവ് എനിക്ക് രാജ്യം വിഭാഗിച്ചു തന്നു. ആ രാജ്യത്തിൻ്റെ പേരാണ് ക്രിസ്തുവിൻ്റെ രാജ്യം. ആ രാജ്യം ഞാൻ നിങ്ങൾക്ക് വിഭാഗിച്ചു തരുന്നു. അതാണ് പുത്രന്മാരുടെ രാജ്യം. മനസ്സിലായോ? ഇതെല്ലാം പിതാവിൻ്റെ രാജ്യമാണ്, എല്ലാം ദൈവരാജ്യമാണ്.
ഇതൊന്നും അറിയാതെ ആരോ എവിടെ എന്തോ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ പൊട്ടത്തരം വിളിച്ച് നടക്കുന്ന ആ പരിപാടിയൊക്കെ നിർത്തുക. ആദ്യം തന്നെ ദൈവം എന്താ ചെയ്യണമെന്ന് അറിയുക. ഹല്ലേലൂയ. അതിൻ്റെ പാർട്ട എല്ലാ വചനവും നിങ്ങൾ ദർശനപ്രകാരം കാണുക. ദൈവം എന്ത് ചെയ്യുന്നു എന്ന് കണ്ണാടി കൂടെ കാണുക. അല്ലെങ്കിൽ നിങ്ങളെ പിശാച് വട്ടം കറക്കും. അവൻ വരുന്നത് അറക്കാനാണ്, മുടിക്കാനാണ്, നശിപ്പിക്കാനാണ്. നമ്മുടെ ഒറ്റ കാര്യമുള്ളൂ ഇവിടെ പറയുന്നുണ്ടോ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കോ. വേറെ എങ്ങും നോക്കണ്ട. ആ വിളിയിലേക്ക് നമ്മൾ ആരായിട്ട് വിളിച്ചു? ദൈവത്തിൻ്റെ മക്കളായി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി നമ്മളെ വിളിച്ചെങ്കിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുക. അത് മാത്രം ചെയ്യുക. ഈ മനുഷ്യ ജഡശരീരം ഒരല്പ ദിവസത്തേക്ക് ഉള്ളൂ. ഒരു വാക്യം കൂടി 14:22 വായിച്ച് നമുക്ക് 27 സൃഷ്ടിയിലേക്ക് കിടക്കുക. അപ്പോസ്തലന്മാരുടെ സന്ദേശം എന്താണെന്നല്ല നമ്മുടെ വിഷയം. അപ്പോസ്തലൻ പൗലോസ് പറയുക, ഓരോ ജാതീയ സഭകളുടെ ഇടയിലൂടെയും ദൈവരാജ്യം പ്രസംഗിച്ച് നടക്കുക. മൊത്തം ഇക്കോണിയ, ആന്റിയോക്ക് ഒക്കെ ജാതീയ മണ്ഡലമാണ്. അവിടെയൊക്കെ ദൈവരാജ്യം പ്രസംഗിച്ചിട്ട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അല്ലാതെ ആരോ പറഞ്ഞു അത് ഞങ്ങൾക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കാന്ന്. എന്ത് പൊട്ടത്തരായി പറയണേ. ഹല്ലേലൂയ. ക്രിസ്തയേശുവിൽ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ യജമാനനെന്നോ ആണെന്നോ പെണ്ണെന്നോ ഇല്ല. നമ്മളെല്ലാവരും ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളെങ്കിൽ അവകാശികളുമാ. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികൾ. അതുകൊണ്ട് അപ്പസ്തോലിക ഉപദേശം ക്രിസ്തുവിൻ്റെ ഉപദേശം തന്നെയാണ്. ആ ക്രിസ്തുവിൻ്റെ ഉപദേശം നിൽക്കാത്ത ഒരുത്തിനും ദൈവം ഇല്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് മത്തായി 8:21-23 അവരെ അപ്പനിൽ നിന്ന് പുറത്താക്കുന്നത്. ഗെറ്റ് ഔട്ട്. എന്നെ കർത്താവെ എന്ന് പറയുന്നവനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് പിതാവിൻ്റെ വീട്ടിൽ കയറത്തുള്ളൂ. അല്ലാത്ത ഒരുവനും ദൈവമില്ല. ഔട്ട്. നമ്മൾ ആ ഗതികേടിലാകരുത്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. അതിനായി ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ സന്ദേശം ശ്രവിച്ചുകൊണ്ട് തിരുവത്താഴ് ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ. So dear brothers, let us conclude by reading a few more verses. So we saw our original verse, that is Acts chapter 2 verse 42, where the new believers, they were baptized and they continued steadfastly in apostles' doctrine. And let us see what the final objective of this apostles' doctrine is. This is 2 Peter chapter 1 verse 10-11. Here it says, therefore brethren, be even more diligent to make your call and election sure. For if you do these things are written above, you will never stumble. For so an entrance will be supplied to you abundantly in the everlasting kingdom of our Lord and Savior Jesus Christ. So the objective over here is so that we will be able to enter into the kingdom of our Lord and Savior Jesus Christ. So now some people may hang on to this phrase and say that, look, the kingdom is of our Lord and Savior Jesus Christ. So dear brothers, just to clarify, the kingdom of God is three-tier. God the Father is ruling over the entire kingdom, and He has given the kingdom to our Lord Jesus Christ to rule. And our Lord Jesus Christ, this is a second tier, and our Lord Jesus Christ has further divided the kingdom for us is children to rule, that is the sons of God to rule. And we should have this entire complete picture in mind. So dear brothers, the final objective is so that we will be able to secure entrance into the kingdom of our Lord Jesus Christ. And this again we see in Acts chapter 20. Again Saint Paul is saying that after all these sufferings, through many sufferings, we should enter into the kingdom of God. And so we should always be careful that we will achieve victory and enter into the kingdom of God, and we should focus on that. ദൈവത്തിന് എഴുന്നേക്കാൻ പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഓൺലൈനിലായിരിക്കുന്നവരും തുടർന്ന് ശ്രമിക്കുന്ന ഏവരും ഈ പിക്ചർ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. നമ്മുടെ വിളി, നമ്മുടെ തെരഞ്ഞെടുപ്പ് അത് ഉറപ്പാക്കണം. നമ്മൾ ദൈവം വിളിച്ചു ആരിലൂടെ? തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒന്ന് ഞങ്ങൾ ചെയ്യുന്നു, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ. ആര് വിളിച്ചു? ദൈവം നമ്മളെ വിളിച്ചു. എവിടെ? ആരിൽ? ക്രിസ്തുവിൽ വിളിച്ചു. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പേൻ. ദൈവത്തിൻ്റെ മക്കളായി
ക്രിസ്തുവിൻ്റെ വംശമായി ജഡരൂപമായിരുന്ന ആദാനുരൂപമായിരുന്ന മരണമുള്ള നമ്മളെ കാൽവരി ക്രൂശിൽ പുതിയതായി സൃഷ്ടിച്ചു ക്രിസ്തുവിൽ. അങ്ങനെ അവൻ്റെ പ്രാണൻ ഒരകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണണം. അതിൻ്റെ ഓർമ്മയാണ് ഈ തിരുവത്താഴ് ശുശ്രൂഷ. അല്ലാതെ ഇതൊരു മതകർമ്മമല്ല. സന്തതിയെ കണ്ടതിൻ്റെ ഓർമ്മ, പിശാച് എന്ന ശത്രുവിനെ കാൽവരിയിൽ കീഴടക്കിയതിൻ്റെ ഓർമ്മ, ആ സന്തതിയെ കണ്ട ഞാൻ, സന്തതിയായ ഞാൻ, സഭ എന്ന സ്ത്രീയുടെ ഉദരത്തിൽ വളരുന്ന ഞാൻ ഒരു ചാപിള്ളയായി പോകാതെ, യേശുക്രിസ്തു നമ്മളെ തുപ്പിക്കളയാതെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ, ആ കുഞ്ഞിനെ വിഴുങ്ങുവാൻ നിൽക്കുന്ന 7 തലയുള്ള സർപ്പം അവൻ വരുന്നത് ഡിവൈഡ് ചെയ്യാനാണ്, കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്. ഏദനിൽ അവനാണ് കയറിയത്. ഹവ്വയുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് അവനാണ്. പൗലോസ് പറയുന്നു, ഞാൻ ഭയപ്പെടുന്നു. സർപ്പോപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവോടുള്ള ഏകാഗ്രത വിട്ട് മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിന്റെ ഏകാഗ്രത മുഴുവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിലായിരുന്നു. നമ്മുടെ ഇഷ്ടവും അത് തന്നെ ആയിരിക്കണം. അവസാനം ക്രിസ്തു നമ്മളെ തുപ്പിക്കളയാതെ, നമുക്ക് ക്രിസ്തു ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ ക്രിസ്തുവിന് നമ്മളുണ്ടോ എന്ന് ഉറപ്പാക്കുക. അങ്ങനെയെങ്കിൽ രാജാവ് തൻ്റെ വലതുഭാഗത്തുള്ളവരോട് പറയും, നല്ലവന് വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ അധികത്തിൽ വിചാരകനാക്കുന്നു, എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കിങ്ഡം, നിങ്ങൾ വളരെ നിങ്ങൾക്കല്ലെന്ന് പറയുന്ന ആ കിങ്ഡം, അത് കണ്ട് ജീവിക്കുന്നവരോട് പറയും, ആ കിങ്ഡം അവകാശമാക്കിക്കൊള്ളുവേൻ. അവസാനം നാം അവകാശമാക്കേണ്ടത് ഇന്ന് പലരും നമുക്കുള്ളതല്ലെന്ന് പറയുന്ന കിങ്ഡമാണ്, ആ ദൈവ കുടുംബമാണ്, ആ ദൈവ ഭരണമാണ്. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ താന് പല പല ചിന്തകളെ ഹവ്വ ഡിവൈഡ് ചെയ്യപ്പെട്ടതുപോലെ മനസ്സ് ക്രിസ്തുവിന്റെ ചിന്തയിൽ നിന്ന് ഡിവൈഡ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ, അതൊക്കെ വിട്ടിട്ട് ഇനി ഞാൻ പിൻപിലേക്കില്ല, മുമ്പോട്ട് മുമ്പോട്ട് മുമ്പോട്ട്, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ലക്ഷ്യമാക്കി ക്രിസ്തയേശുവിന്റെ ദൈവത്തിൻ്റെ പരമൊഴിയുടെ വിരുദിനായി ലാക്കിലേക്ക് എന്ന തീരുമാനത്തോടെ സ്നാന സമയത്ത് പാടിയ പാട്ട് നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്, ആ തീരുമാനത്തോടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമുക്ക് മുന്നോട്ടേക്ക് പോകാം, പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഇനി ഞാൻ പുറകിലേക്കില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിൻ്റെ രീതിയായിരിക്കണം എൻ്റെയും രീതി. മലയാളത്തിൽ ട്രാൻസ്ലേഷൻ തെറ്റായിട്ടുള്ള ഒരു കാര്യമുണ്ട്, ദൈവത്തിന് വികാരമില്ല എന്നും പറഞ്ഞുകൊണ്ട്. എന്നാൽ അത് അങ്ങനെയല്ല. മലാക്കി 3:6 പറയുന്നു, യഹോവയായി ഞാൻ മാറാത്തവൻ. അതിൻ്റെ അർത്ഥം അതാണ്, ദൈവത്തിന് ഒരു ടേണിംഗ് ബാക്കും ഇല്ല, മാറാത്തവൻ. എൻ്റെ അപ്പനെ പോലെ ഞാനും ആ എടുത്ത തീരുമാനത്തിൽ മാറാത്തവനായി ഞാൻ മുന്നോട്ടേക്ക് പോകുവാൻ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോൾ അങ്ങ് സ്വീകരിക്കണമേ. ക്രിസ്തുവെ അനുദിനം അനുഗമിപ്പാൻ അങ്ങിൽ എത്തിച്ചേരുവാൻ എന്നെ സമർപ്പിക്കുന്നു. അതിനായല്ലോ എൻ്റെ നായകനായ ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമാകുകയും എന്നോട് പറഞ്ഞത്, എന്നെ അനുഗമിപ്പേൻ. ആ ക്രിസ്തുവെ അനുഗമിപ്പാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നവർക്കായി സ്തോത്രം. സ്വർഗസ്ഥ പിതാവേ, ഈ ശബ്ദ കാഴ്ച പരിധിയിൽ അങ്ങയുടെ ഈ സന്ദേശം തിരിച്ചറിഞ്ഞ് എന്തായിരുന്നു അപ്പസ്തോലന്മാരുടെ ഉപദേശം, അത് ക്രിസ്തുവിൻ്റെ ഉപദേശമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പസ്തോലന്മാരുടെ ഉപദേശം എന്ന് വാഗൊണ്ട് പറയുകയും എന്താണ് അപ്പസ്തോല ഉപദേശം എന്ന് അറിയാതെ ഇരുന്ന ആ ജനതയ്ക്ക് അങ്ങ് അപ്പസ്തോല ഉപദേശം എന്താണെന്ന് പറഞ്ഞു കൊടുത്തതിനായി നന്ദി. ഇതിൽ നിലനിൽപ്പാനുള്ള എല്ലാ കൃപകളും അങ്ങയുടെ ജനത്തിന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ,
ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ, അതുവഴി സ്വർഗീയ പിതാവെങ്കിൽ എത്തിച്ചേരുവാൻ എല്ലാവരെയും അങ്ങ് സഹായിക്കണം. ഈ ജനത്തെ ഞങ്ങളുടെ നാമത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ നിത്യം അനുഗ്രഹമാകട്ടെ. ഇവരുടെ സകല ആവശ്യങ്ങളുമേലും ദൈവമേ അങ്ങയുടെ മഞ്ഞും മഴയും അയക്കണമേ. അങ്ങ് എനിക്ക് തന്നിട്ടുള്ള ആത്മീയ അധികാരത്തുകൊണ്ട് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ ശാശ്വതമായ കരവും നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. അത് നിങ്ങളുടെ വിളിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. സർവ്വമഹത്വം പിതാവേ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.